അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ അലം യകുൻ നുത്ഫത്തൻ മിൻ മനിയ്യിൻ യുംനാ ثم كان علقة وخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. വേദിയിലെ അധ്യക്ഷൻ മുനവർ സുലാഹി, ഇവിടുത്തെ ഓർഗനൈസേഷൻ വകുപ്പിൻ്റെ ഭാരവാഹികൾ, ഈ സദസ്സിലുള്ള സഹോദരീ സഹോദരങ്ങൾ, ഈ ശബ്ദം അകലെ നിന്ന് ഏറെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നവർ എല്ലാവർക്കും സൃഷ്ടാവായ പടച്ചതമ്പുരാൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ. അതിന് അറബിയിൽ പറയുന്നതാണല്ലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, ഈ ഒരു ഗ്രൗണ്ടിൽ ശാന്തമായ ഒരു പ്രോഗ്രാം, ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഖുർആനുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംസാരം നിങ്ങൾ കേട്ടു. ഖത്തറിലെ അതിവിശാലമായ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഭിന്നശേഷിയുള്ള ആ ഗനി വന്നുകൊണ്ട്, ഇഴഞ്ഞു വന്നുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും യുവാക്കളായ ആളുകൾ, ലോകത്തെ യുവാക്കൾ തിങ്ങി നിറഞ്ഞ ആ ഗ്രൗണ്ടിൽ ലോകത്തിനു വേണ്ടി ഇറക്കപ്പെട്ട ഖുർആനിൻ്റെ ഒരു വചനം മുട്ടുകുത്തി എഴിഞ്ഞു വന്നുകൊണ്ട്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ലോകത്തുള്ള ജനങ്ങളെ, അവിടെ എല്ലാ ജാതിമത ഭേദമന്യേയുള്ള ജനങ്ങളുണ്ട്. സവർണനുണ്ട്, പണക്കാരനുണ്ട്, പണിക്കാരനുണ്ട്, കറുത്തവനുണ്ട്, വെളുത്തവനുണ്ട്, അറബിയുണ്ട്, അനറബിയുണ്ട്. എല്ലാവരോടുമായി യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ടോട്ടൽ മനുഷ്യരെ, ഖുർആന്റെ സംബോധന. ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെല്ലാവരും ഒരച്ഛന്റെയും അമ്മന്റെയും മക്കളാണ്. ആദം ഹവയുടെ പൊക്കിൽ കൊടിയുമായി ബന്ധമില്ലാത്ത ആരും ഈ ലോകത്തില്ല. ഫജഅലനാകും ശുഊബൻ വ ഖബായില ലിതഅറഫു, നിങ്ങളെ ഗോത്രങ്ങളും വംശങ്ങളും വർഗങ്ങളുമാക്കിയത് തിരിച്ചറിയുവാൻ വേണ്ടി മാത്രമാകുന്നു. അതെ, എല്ലാവർക്കും അഡ്രസ് ഉണ്ടാവാൻ, ലോകത്തിന്റെ നാനാഭാഗത്ത് എവിടെ ആര് ജീവിക്കുണ്ടോ അവർക്ക് ഒരു അഡ്രസ് ഉണ്ടാകാനാണ് നമ്മളെ ഗോത്രങ്ങളും വംശങ്ങളും വർഗങ്ങളുമാക്കി തിരിച്ചറിയിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കറുത്തവന് വെളുത്തവനേക്കാളോ, ആ ഫുട്ബോൾ ഗ്രൗണ്ടിൽ തന്നെ കറുത്തവനും വെളുത്തവനുമായ കളിക്കാർ തമ്മിൽ പ്രശ്നമുണ്ട്. അതെ, അവിടെയാണ് ഈ ആയത്തോതുന്നത്. കറുത്തവന് വെളുത്തവനേക്കാളോ, അറബിക്ക് അനറബിയെക്കാളോ, രാജാവിന് പ്രജയെക്കാളോ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും തുല്യർ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങൾ ഏറ്റവും ഉത്തമൻ, ഏറ്റവും മാന്യൻ സൃഷ്ടാവായ പടച്ചവനെ ഭയന്ന് ജീവിക്കുന്നവനാണ്. അതെ, അത് ലോകത്തോട് ഖത്തർ ഫുട്ബോൾ ഗ്രൗണ്ടിൽ പറയുകയും അതിനുശേഷം അത് പ്രാവർത്തികമായി
ആ ഗ്രൗണ്ടിൽ എല്ലാവരും അണിചേർന്ന് രാജാവും പ്രജയും ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മുസ്ലിം സഹോദരങ്ങൾ ആ കളിക്കാരുൾപ്പെടെ അണിചേർന്ന് അവിടെ ഒരു നമസ്കാരം നടന്നു. ആ നമസ്കാരത്തോടു കൂടി അവരതാ സ്തംഭിച്ചു നിൽക്കുകയാണ്. ലോകത്തുള്ള ആളുകൾ ഇങ്ങനത്തെ ഒരു ഐക്യമുള്ള സൗഹാർദ്ദമുള്ള അതേ വലിയ രാജാവ് പിന്നിൽ, അതിന്റെ മുന്നിൽ വേറെ കുറെ ആളുകൾ, എല്ലാവരും ഒരേപോലെ ആദ്യം എത്തുന്നവർ മുന്നിലെ സഫിൽ ഒരു വ്യത്യാസവുമില്ലാതെ ഒരുമിച്ചുള്ള നമസ്കാരം. അതുകൂടി കണ്ടപ്പോ ഖത്തറിലെ ഫുട്ബോൾ കളി കഴിയുമ്പോഴേക്ക് 1000-ൽ പരം ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയാണ്, അതേ മുസ്ലിം ആകുകയാണ്. അതാണ് ഖുർആനിന്റെ പ്രത്യേകത. അതെ, ആ പ്രത്യേകതയാണ് നമ്മളേറെ ലോക ജനതയോട്, നമ്മളെ പരിസരത്തുള്ളവരോട് ജാതിമത ഭേദമന്യേ പറഞ്ഞു കൊടുക്കേണ്ടതും. അതിലൂടെയുള്ള പരിവർത്തനം അപാരമാണ് എന്നതാണ് ഇന്ന് നമ്മൾ ഈ ഒരു ആമുഖ സംസാരത്തിൽ മുനവർ സ്വലാഹി ഇവിടെ പറഞ്ഞത്. അതെ, എല്ലാ നിലക്കുമുള്ള പരിവർത്തനം ഈ ഖുർആൻ കൊണ്ടുണ്ട്. ഈ ഖുർആൻ ഇന്നും മുസ്ലിങ്ങളിൽപ്പെട്ട പലരും വിശ്വസിക്കുന്നത് തന്നെ ഇതൊന്ന് തൊട്ടുപോയാൽ, അതല്ല ഇത് ഈ ഖുർആന്റെ ഒരു പരിഭാഷ ഇതര സമുദായത്തിൽപ്പെട്ട ആർക്കെങ്കിലും കൊടുത്തുപോയാൽ കണ്ണു പൊട്ടുമോ എന്ന് വരെ ഭീതിപ്പെട്ട് അത് കെട്ടിപ്പൂട്ടി ഒതുവില്ലാതെ തൊടാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പട്ടിൽ പൊതിഞ്ഞ് തട്ടിൻ പുറത്ത് വെച്ചിട്ട് ഉള്ള ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് വീടുകളുണ്ട്. ഉണരണം നാം ആ വിഷയത്തിൽ. അതെ, അവിടെയാണ് നമ്മൾ യുവാക്കളായ ആളുകൾ ഉണർന്നു വരേണ്ടത്. ഈ ഖുർആൻ എല്ലാവരും കേൾക്കണം, ജാതിമത ഭേദമന്യുള്ള എല്ലാവരും കേൾക്കണം. ഈ ഖുർആൻ തൊടാഞ്ഞാലാണ് കണ്ണുപൊട്ടുക, ഈ ഖുർആൻ വായിക്കാഞ്ഞാലാണ്, ഇത് പഠിക്കാഞ്ഞാലാണ് കണ്ണു പൊട്ടുക എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ത്വാഹയിലെ 124, 125 ആയത്തുകളിലൂടെ. വമൻ അഅറള അൻ ദിക്രി, എന്റെ ഉത്ബോധനം ഈ വിശുദ്ധ ഖുർആൻ പഠിക്കാത്തവന് അവനത് കഅന്ന ലഹു മഈശതൻ ലൻക, ഇടുക്കമുള്ള ഞെരുക്കമുള്ള കുടുസതയുള്ള ഒരു ജീവിതമാണ് അവൻ ഉണ്ടാകുക. ആ കുടുസതയും അസ്വസ്ഥതയും വിശുദ്ധ ഖുർആൻ പഠിക്കാത്ത ഏതൊരാൾക്കും അനുഭവപ്പെടും, ജാതിമത ഭേദമന്യേ. നേരെ ചോദിച്ചാൽ എന്താണ് വിശേഷം, എന്താണ് വർത്തമാനം എന്ന് ചോദിച്ചാൽ ഉള്ളു തുറന്ന് പറയുകയാണെങ്കിൽ മിക്കവർക്കും, ഖുർആൻ പഠിക്കാത്ത എല്ലാവർക്കും പറയാനുള്ളത് സ്വസ്ഥതയില്ല, സമാധാനമില്ല എന്നാണ്. അവിടെയാണ് ഇന്നിന്റെ ഈ സംസാരത്തിന്റെ പ്രസക്തി. എന്താണ് ഈ സ്വസ്ഥത ലഭിക്കാൻ? അത് ലഭിക്കുവാൻ വേണ്ടി ആളുകൾ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ സമാധാനം കിട്ടാൻ വേണ്ടി ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരാളോട് ചോദിച്ചാൽ ആ ആൾക്ക് പറയാനുള്ള എന്താ? ഒരു സിഗരറ്റ് ഇങ്ങനെ വലിക്കാൻ നിരന്തരമായി സിസർ വലിക്കുന്ന ഒരാളോട് ചോദിച്ചാൽ എന്താണ് ഇങ്ങനെ വലിക്കുന്നത്? ടെൻഷനാണ്. അതെ, സമാധാനമില്ല. ആ പ്രശ്നം ആലോചിച്ചുള്ള ആകെ പ്രയാസത്തിലാണ്, ഞാൻ ഇങ്ങനെ ടെൻഷൻ വർദ്ധിച്ചിട്ടാണ് ഇത്ര വലിക്കുന്നത് എന്നാണ് ഒരു സിഗരറ്റ് വലിക്കുന്നവന് പറയാനുള്ളത്, ഒരു ആൻസ് വെക്കുന്നവന് പറയാനുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ ലഹരിയിലേക്ക് പോകുന്നവനോടും ചോദിച്ചാൽ അതെ, എല്ലാം ഒന്ന് മറക്കാൻ, ഒന്ന് സമാധാനം കിട്ടാൻ എന്നാണ് പറയാനുള്ളത്. അങ്ങനെ സ്വസ്ഥത ലഭിക്കുവാൻ വേണ്ടി, ശാന്തി ലഭിക്കുവാൻ വേണ്ടി, സമാധാനം കണ്ടെത്താൻ വേണ്ടിയാണ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ലഹരികളിലേക്ക് പോകുന്നത്. മദ്യവും മയക്കുമരുന്നും എന്ന് വേണ്ട ഒട്ടനവധി ലഹരികൾ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ പൊടിയിലൂടെ നമുക്കൊക്കെ ഇന്ന് ഏറെ പരിചയമുള്ള, ഒരുപാട് കേട്ടിട്ടുള്ള MDMA പോലത്തെ ഒരുപാട് ലഹരി വസ്തുക്കൾ, അതേ കൊക്കൈൻ, അങ്ങനെ തുടങ്ങി LSD, സ്റ്റാമ്പ്, ഒട്ടേറെ ടാബ്ലറ്റുകൾ എന്ന് വേണ്ട ഒരുപാട് ലഹരികൾ നമ്മൾ കാണാത്തത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ ജോലി ചെയ്യുന്ന പെരിന്തൽമണ്ണയിലെ മൗലാന ഹോസ്പിറ്റലിന്റെ കീഴിലുള്ള ന്യൂ ഹോപ്പ് കൗൺസിലിംഗ് ആൻഡ് ഡിയഡിക്ഷൻ സെന്ററിലേക്ക് വരുന്ന രോഗികൾ, അതേ ഈ ലഹരി ഉപയോഗിച്ചവർ ധാരാളമാണ്. അവരിൽ ഏറ്റവും കൂടുതൽ വരുന്നത് യുവാക്കളാണ്. അതുകൊണ്ട് ഇന്ന്
ആ യുവത്വം നേരായ പാതയിലേക്ക് നയിക്കാതെ പോകുന്ന ആളുകൾ എത്രത്തോളം ആ ഒരു യുവത്വത്തിന്റെ വിദ്യാർത്ഥി പ്രായത്തിലുള്ള ആ കുട്ടികൾക്ക്, യുവത്വത്തിലുള്ളവർക്ക് അവർക്കൊരു ഉപദേശം പോലും ഇഷ്ടമില്ലാത്ത കാലം. അതെ, ആ കാലം വ്യാപകമായി കൊണ്ടിരിക്കുന്നു. ഒരു കുട്ടി ആ ദൂക്ക് ബൈക്കുമേൽ ഇങ്ങനെ പോവാണ്. അപ്പൊ ആളുകളൊക്കെ പറഞ്ഞു, ഒന്ന് മെല്ലെ പോ. അപ്പൊ അവൻ പറയാണ്, ഉപദേശം വേണ്ടട്ടോ. നോക്കൂ നിങ്ങൾ, ഇന്നത്തെ കാലം അങ്ങനെ, ഉപദേശം വേണ്ട, അങ്ങനെ അടിച്ചു പൊളിച്ചിങ്ങനെ പോവണവൻ. അത് 4-5 ദിവസം പതിവായി ഇങ്ങനെ പോകുമ്പോഴൊക്കെ ആൾക്കാരൊന്ന് പറയുന്നു, മെല്ലെ പോ. അപ്പോഴൊക്കെ അങ്ങോട്ട് ചൂണ്ടിട്ട് ഉപദേശം വേണ്ട എന്ന് പറഞ്ഞ് പോവാണ്. അങ്ങനെ ഒരു ദിവസം അവനതാ അടിച്ചു പൊളിച്ച് വെട്ടിച്ചിങ്ങനെ പോണേല് ഹെൽമെറ്റ് തെറിച്ച് വീണ് തലച്ചോറ് റോട്ടുമൽ. അപ്പോഴാണ് അവനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അങ്ങനെ അവന്റെ ശരീരത്തിലുള്ള തപ്പി നോക്കിയപ്പം മൊബൈൽ കിട്ടി. മൊബൈൽ ഓപ്പൺ ചെയ്തപ്പം ഒന്ന് തുറന്നപ്പം ആദ്യം കാണുന്നത് ഉപദേശം വേണ്ട എന്നാണ്. ഇനി അവൻ ഉപദേശിക്കേണ്ടതില്ല. ഇങ്ങനെ ഒരു ഉപദേശം പോലും കേൾക്കാൻ ഇന്ന് യുവാക്കളും വിദ്യാർത്ഥികളും തയ്യാറാകാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അവിടെയാണ് അത്തരം ആളുകൾ വളരെ പ്രയാസപ്പെട്ട് കയ്യും കാലും കെട്ടിയും പിടിച്ചും വീട് ആക്രമിച്ചും ജനലും വാതിലും തകർത്തും ഒരുപാട് പേർ ന്യൂ ഹോപ്പിലേക്ക് വരുന്നത്. അതെ, അവരെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരുന്നവരുണ്ട്, പോലീസുകാർ കൊണ്ടുവരുന്നവരുണ്ട്. അവരൊക്കെ വന്നിട്ട് അവരുടെ ഓരോന്നും സങ്കടങ്ങൾ പറയുമ്പം, അവരോട് ചോദിക്കുമ്പം അവർ പറയാണ്, ഞാൻ ലഹരി ഉപയോഗം തുടങ്ങിയത് അതെവിടെ നിന്നാണ് എന്നത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ആദ്യം എങ്ങനെയാണ് ലഹരി ഉപയോഗിച്ചതെന്ന്, എന്നാണ് ഫസ്റ്റ് തുടങ്ങിയതെന്ന്. അപ്പോഴാണ് നമ്മളേറെ ശ്രദ്ധിക്കേണ്ടത്. യുവാക്കളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഏറെ ഗൗരവമായി കാണേണ്ടുന്ന ചില കാര്യങ്ങളാണ് അവർ എന്നോട് പങ്കുവെക്കാറുള്ളത്. ഫസ്റ്റിൽ തുടങ്ങിയത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ഞാനത് പ്രത്യേകം ചോദിക്കാറുണ്ട്, കാരണം അതറിയാൻ. അപ്പൊ അവർ പറയുന്നത് ഒന്ന്, ന്യൂ ഇയറിന്റെ അന്നാണ് തുടങ്ങിയത്. ഈ വർഷത്തെ ന്യൂ ഇയറിന് ഒരുപാട് പുതിയ ലഹരി ഉപയോഗിക്കുന്നവർ ജനിച്ചിട്ടുണ്ട്. ഒരുപാട് പുതിയ ആളുകൾ, DJ പാർട്ടി മുതൽ ഒരുപാട് പ്രോഗ്രാമുകൾ, ഡാൻസുകൾ, അങ്ങനെ തുടങ്ങി രാത്രി ഫുള്ള് ഹയാത്താക്കുകയാണല്ലോ. അതെ, അങ്ങനെ ആ ന്യൂ ഇയറിന്റെ അന്ന് ധാരാളം പുതിയ ആളുകൾ ലഹരി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ധാരാളം പേർ അങ്ങനെ ഉപയോഗിച്ചിട്ട് ലക്കുകെട്ട കുട്ടികൾ ന്യൂ ഹോപ്പിലേക്ക് വന്നിട്ടുണ്ട്. അതെ, അവരെ തുടക്കം പലതും ഒരു പുതിയ ന്യൂ ഇയറാണ്. മറ്റു ചിലർ പറയുന്നത് വിവാഹത്തിന്റെ തലേന്നാൾ രാത്രിയാണ്. അന്ന് കോഴിയുടെ പാഴ്സും മറ്റുമൊക്കെയായി തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിലേക്കോ സ്കൂൾ കണ്ടിയിലേക്കൊക്കെ പോയിട്ട് അവിടെ നിന്നാണ് ഫസ്റ്റ് ലഹരി നുകർന്നത് എന്നതാണ്. വേറെ ചിലർ പറയുന്നത് ഒരു ഓണത്തിന്റെ അന്നാണ് ആദ്യം ലഹരി നുകർന്നത് എന്നാണ്. അതെ, മറ്റു ചിലർ പറയുന്നത് പെരുന്നാളിന്റെ അന്നാണ് തുടർന്നത് ഫസ്റ്റ് നുകർന്നത് എന്നാണ്. മറ്റു ചിലർ പറയുന്നത് ടൂറ് പോയിട്ടാണ്. അതെ, ടൂറ് പോയിട്ടാണ് ആദ്യമായി ലഹരി ഉപയോഗിച്ചതെന്നാണ്. വേറെ ചിലർ പറയുന്നത് സ്കൂളിലെ സ്പോർട്സിന്റെ അന്ന്, സ്കൂളിലെ കുട്ടികൾ അവരെല്ലാവരും ഒരു ഭാഗത്തേക്ക് പോകുമ്പം ഞാനും കുറച്ച് അങ്ങോട്ട് പോയപ്പം അവർ ലേശം അല്പം തന്നപ്പോഴാണ്, ഒരു പുക തന്നപ്പോഴാണ് ഞാൻ ആദ്യം വലി തുടങ്ങിയത് എന്നാണ്. ഇങ്ങനെ ഒരുപാട് പുതിയ തുടക്കക്കാർ, ആ തുടങ്ങിയത് അങ്ങനെയാണെങ്കിലും പിന്നീട് അവരൊക്കെ ഒരു ഹരത്തിനും രസത്തിനും ആളാവാനും എല്ലാവരുടെ ഒരു ഗ്രിപ്പ് ഉണ്ടാകാനൊക്കെ തുടങ്ങിയവർക്ക് പിന്നെ ഘട്ടം ഘട്ടമായി നിർത്താൻ സാധിക്കാതെ കൈകാലുകൾ വിറക്കുന്ന അവസ്ഥയിലാണ് പലരും ന്യൂ ഹോപ്പിലേക്ക് വരുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ഓർത്തുപോകുന്നത് ഈ ഐന്തൂർ പ്രദേശത്തിന്റെ സമീപത്തുള്ള ഒരു വ്യക്തി, ഒരു ഹൈന്ദവ സഹോദരൻ 12 വർഷം മുമ്പ് ഒരു 800 മാരുതി കാറിൽ
ഒരുപാട് ഇംഗ്ലീഷ് പുസ്തകങ്ങളുമായി ഒരു ഇലക്ട്രിക് എഞ്ചിനീയർ, ഈ പരിസരത്തുള്ള ഒരു ഇലക്ട്രിക് എഞ്ചിനീയർ ന്യൂ ഹോപ്പിലേക്ക് ഒരു ഹൈന്ദവ സഹോദരൻ കടന്നു വരികയാണ്. അദ്ദേഹം നല്ല മദ്യപാനിയാണ്. 70 പണിക്കാരുണ്ട് ആ ഇലക്ട്രിക് എഞ്ചിനീയറിന്റെ കീഴിൽ. കോൺട്രാക്ടർ പണിക്കാരായിട്ട് 70 പേരുണ്ട്. അത് ന്യൂ ഹോപ്പിലേക്ക് വരുമ്പോഴേക്ക് 7 പേരായി ചുരുങ്ങിക്കൊണ്ടാണ് ലഹരി ഉപയോഗിച്ച് തിമർത്താടി എല്ലാം പരാജയപ്പെട്ട് 7 പേരായി ചുരുങ്ങിയപ്പോഴാണ് ആ സഹോദരൻ ന്യൂ ഹോപ്പിലേക്ക് വരുന്നത്. അങ്ങനെ വന്ന് അദ്ദേഹം അവിടെ നിന്ന് 3 ആഴ്ചക്കാലത്തെ ചികിത്സ കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹം പോകുമ്പം ഒരുപാട് തീരുമാനമെടുത്താണ് പോണത്. ഇപ്പോഴും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അദ്ദേഹം. അതിന് അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ ഉടനെ അദ്ദേഹം വിളിച്ചു എന്നെ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ആ മരണവും അവിടെ എല്ലാ സ്ഥലത്തും സജീവമായി എല്ലാ ചടങ്ങിൻ്റെയും അവിടെ നിൽക്കാൻ, അദ്ദേഹത്തിനോട് കൂടെ എല്ലാം ഒരു ആശ്വാസമായി നിൽക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ അവസരമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അത്ര അടുപ്പമായി. അദ്ദേഹം 3 മാസം കഴിഞ്ഞപ്പോഴേക്ക് പണിക്കാരൊക്കെ കൂടി. അതെ, മദ്യം നിർത്താൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ജോലിക്കാരൊക്കെ കൂടി വന്നു. ഒരു 3 മാസം കഴിഞ്ഞപ്പോഴേക്ക് ഒരു സ്വിഫ്റ്റ് പുതിയ കാർ എടുത്തുകൊണ്ടാണ് ന്യൂ ഹോപ്പിലേക്ക് അദ്ദേഹം വരുന്നത്. അത്ര മാറിക്കഴിഞ്ഞു. അതെ, ഇങ്ങനെ മാറാൻ സാധിക്കും. ന്യൂ ഹോപ്പിലേക്ക് വന്നിട്ട് ഈ ന്യൂ ഹോപ്പിന്റെ ഒരു അനുഗ്രഹം വാങ്ങാൻ വേണ്ടി വന്നതാണ് ഞാൻ പുതിയ കാർ എടുത്തിട്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. മാറാൻ സാധ്യമാകും. അതുകൊണ്ട് നമ്മൾ ഇത്തരം ആളുകളെ കണ്ടെത്താനും അവരെ ചെന്ന് സംസാരിക്കാനും അവർക്ക് ഇതിന്ന് മോചിതമാക്കാനും ഉള്ള പ്രവർത്തനത്തിൽ പ്രത്യേകിച്ച് യൂത്ത് വിങ് അതിന് തയ്യാറാകണം. യുവത അതിന് സന്നദ്ധമാകണം. അതെ, അവർ ഈ മേഖലയിലേക്ക് എത്തിപ്പെടുന്നത് സ്വസ്ഥതയും സമാധാനവും കിട്ടുവാനാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനൊരു ആഴം പഠിക്കുമ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. യഥാർത്ഥത്തിൽ ഈ ഒരു മാറ്റം നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം. ശരിക്ക് എല്ലാവരും ശ്രദ്ധിക്കണം. അതായത് നമ്മളെ വീട്ടിൽ നേരത്തെ ഉറങ്ങാത്ത ഒരു കുട്ടിയുണ്ടെങ്കിൽ അതൊരു അഡിക്ഷനാണ്. അതൊരു പക്ഷേ ആ കുട്ടി രാത്രി മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മൊബൈലിൽ എന്തെങ്കിലും വൃത്തികെട്ടത് കാണുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാമുകന് വിളിക്കുകയോ അതുമായി ബന്ധപ്പെട്ട പല നിലക്കുള്ള രീതിയിലുള്ള ഉറങ്ങാത്ത വീടുണ്ട്. അങ്ങനത്തെ ഒരുപാട് കുട്ടികളെ ന്യൂ ഹോപ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സത്യത്തില് മദ്യത്തിന് അടിമപ്പെട്ടു, മയക്കുമരുന്നിന് അടിമപ്പെട്ടു, മൊബൈലിന് അടിമപ്പെട്ടു, ഗെയിമിന് അടിമപ്പെട്ടു, പ്രേമത്തിന് അടിമപ്പെട്ടു. ഇതൊക്കെ അഡിഷനാണ്. ഇങ്ങനെ ധാരാളം പേരെ വ്യത്യസ്തങ്ങളായ അഡിഷനായിക്കൊണ്ട് കൊണ്ടുവരുമ്പോൾ അതിലേറ്റവും കൂടുതൽ പെൺകുട്ടികളുമുണ്ട്. MDMA ഒരു ഡിഗ്രി ഒന്നും അല്ലല്ലോ, അതൊരു ലഹരിയുടെ പേരാണ്, സിന്തറ്റിക് ലഹരിയുടെ പേരാണല്ലോ. ആ MDMA ഉപയോഗിക്കുന്ന പെൺകുട്ടികൾ ധാരാളം വിളിക്കുകയാണ് പലയിടത്തുനിന്നും. എൻ്റെ കുട്ടീനെ എടുക്കുമോ, എൻ്റെ കുട്ടിക്കിനെ ആയിട്ട് നിൽക്കാൻ കഴിയില്ല, കുട്ടി ആകെ വെപ്രാളപ്പെടുകയാണ് എന്ന് പറയുന്ന ഒരുപാട് കുടുംബത്തിൽ നിന്നുള്ള ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ധാരാളം പേർ ഇതിനൊക്കെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. അതിലേക്ക് ഞാൻ വഴിയേ വരാം. ആദ്യം ഞാൻ ചില കാര്യങ്ങൾ വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഇതെങ്ങനെ ബാധിക്കുന്നു എന്നതാണ് ആമുഖമായി സൂചിപ്പിക്കുന്നത്. വ്യക്തികൾ, ഒരു വ്യക്തിക്ക് ഇത് ലഹരി ബാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി കാണാ നമ്മളെ ഇടയെന്ന് സ്ഥാനത്തുനിന്ന് ഒക്കെ ഉൾവലിയും. അരീക്കോട്ടുള്ള ഒരാള് ഒരു വലിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഉന്നതനായ ഒരാളായിരുന്നു. അദ്ദേഹം ആ പാർട്ടിയുടെ സെക്രട്ടറി എന്നൊക്കെ ഇങ്ങനെ ഉൾവലിഞ്ഞു പോന്നു, പിന്നോട്ടായി പോകാൻ കഴിയാതായി. അങ്ങനെ കുടിച്ച് ലക്ക് കെട്ടപ്പോ അദ്ദേഹത്തിൻ്റെ പിതാവും മാതാവും ഭാര്യയും ജ്യേഷ്ഠനും ആ കുടുംബം ഒന്നാകെ വിഷമിച്ചുകൊണ്ടാണ് അവരെല്ലാവരും കൂടി ഇദ്ദേഹത്തെ കൊണ്ട് ന്യൂ ഹോപ്പിലേക്ക് വരുന്നത്. അങ്ങനെ അദ്ദേഹം മാറി. ഈ പറഞ്ഞ അന്ന് തന്നെ 12 വർഷം മുമ്പ് അദ്ദേഹവും മാറിയിട്ട് 6 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവ് അറ്റാക്ക് വന്നിട്ട് ബേബി ഹോസ്പിറ്റലിൽ കോഴിക്കോട് അഡ്മിറ്റായി. അവിടുന്ന്
3 ദിവസം കഴിഞ്ഞ് മരിച്ചപ്പോൾ ഉടനെ എന്നെ വിളിച്ചു അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പോയപ്പം ആ ഉസ്താദ് അനൗൺസ് ചെയ്യാണ് അവിടുന്ന്. എന്താ അനൗൺസ് ചെയ്യണം അറിയോ? ഇതാ മെനയാന്ന് വരെ സുബൈക്ക് പിതാവും മോനും കൂടി ഈ പള്ളിയിൽ ഉണ്ടായിരുന്ന ആളുടെ മയ്യത്താണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അനൗൺസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ന്യൂയോർക്കിൽ വന്ന് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ന്യൂയോർക്കിനോട് ഏറ്റവും വലിയ കൃതജ്ഞത ഉണ്ട്. ഞാൻ മദ്യം കഴിച്ച് ലക്കുകെട്ട് നടക്കുന്ന ഞാൻ ന്യൂയോർക്കിൽ വന്ന് പിതാവിനോടുകൂടെ സുബൈക്ക് പള്ളിയിൽ പോകാൻ തുടങ്ങുകയും വർഷങ്ങൾ തുടരുകയും അങ്ങനെ എൻ്റെ പിതാവിന് കലിമ ചൊല്ലിക്കൊടുക്കാനും വെള്ളം കൊടുക്കാനും എല്ലാത്തിനും എനിക്ക് അടുത്തുണ്ടാകാൻ സാധ്യമായത് അവിടെ നിന്നുള്ള മാറ്റമാണ്. ഇത് വ്യക്തികളെ ബാധിക്കുക എന്നുള്ളത് വളരെ ഗൗരവമാണ്. വ്യക്തികളെ ബാധിച്ചു കഴിഞ്ഞാൽ ഉൾവലിയ പാർട്ടിയിൽ നിന്ന്, സ്ഥാനത്തു നിന്ന്, കുടുംബത്തിൽ നിന്ന്, ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒക്കെ ഉൾവലിയും. അങ്ങനെ വിവാഹം കഴിച്ച ഒരാളാണെങ്കിൽ അദ്ദേഹം ചെയ്യും, ബാക്കോട്ട് വന്നിട്ട് എന്ത് കാര്യത്തിനും, സ്കൂളിലൊരു PTA മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഭാര്യനോട് പറയും, നീ പോയിക്കോ, ഞാൻ വരില്ല. അങ്ങനെ എല്ലായിടത്തേക്കും ഭാര്യ വീട്ടിലൊരു കല്യാണം നിശ്ചയമുണ്ടെന്ന് പറഞ്ഞാൽ, എനിക്കന്ന് ഒഴിവില്ല, ഞാൻ ഭയങ്കര തിരക്കിലാണ്, അന്ന് എനിക്ക് പറ്റൂല. അങ്ങനെ ഒരു സ്ഥലത്തേക്കും പോകൂല. കല്യാണത്തിന് മറ്റുള്ള അഥവാ പോയാൽ തന്നെ ഏറ്റവും പുറകിലും പിന്നിലുമായി ഇങ്ങനെ ഉൾവലിഞ്ഞുകൊണ്ടാണ് ഒരു വ്യക്തിയെ ഇത് ബാധിക്കുക. അതെ, അങ്ങനെ ബാധിച്ച് ഉൾവലിഞ്ഞു വരുന്ന രണ്ടാമത്തെ ഘട്ടം ഈ വ്യക്തിക്ക് വരൽ എങ്ങനെ അറിയോ? വ്യക്തിക്ക് പിന്നീട് ഭാര്യയെ സംശയം. അതായത് ഗ്യാസിന്റെ ബില്ല്, കറണ്ടിന്റെ ബില്ല്, മീൻ വാങ്ങല്, എല്ലാ പണിയും എന്തോ ഒരു ചെറിയ പൈസ കൊടുത്താൽ ഭാര്യനെ ഏൽപ്പിക്കും. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഞാനിങ്ങനെ പഠിച്ചു നോക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ലഹരി ഉപയോഗിക്കുന്നത് ഒഴിവുള്ള ആളുകളാണ്. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ലഹരി ഉപയോഗിച്ചപ്പോഴറിയോ? മുമ്പ് ഈ എംസാൻഡും ഈ മണൽ സംവിധാനമൊന്നും ഇങ്ങനെ ഇല്ലാത്ത കാലത്ത്, മാട്ടുമെന്ന് മണൽ വാരുന്ന കാലത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ലഹരി ഉപയോഗിച്ചത്. അവിടെയാണ് ഇതിന്റെ ഏറ്റവും തുടക്കം ധാരാളമായി വർദ്ധിച്ചത്. ആ മണൽ വാരുമ്പം 5000-6000 രൂപയൊക്കെ അന്ന് ഈ മണൽ വാരുന്ന സമയത്ത് കിട്ടിയിരുന്നു. വീട്ടുകാർക്ക് ഒരു 500 രൂപ കൊടുത്താൽ പിന്നെ അവരൊന്നും മിണ്ടൂല. കാരണം അവർക്ക് കിട്ടാനുള്ള കിട്ടി, പിന്നെ അവർക്കൊന്നും പറയാനും പറ്റൂല. കാരണം അവൻ വീട്ടിലുള്ള അരിസാനം വാങ്ങാനുള്ള കാശ് തന്നല്ലോ. പിന്നെ ഈ പറഞ്ഞ 5000-6000 ഒക്കെ അവൻ്റെ കയ്യിലുണ്ട്. അത് ലഹരി ഉപയോഗിക്കുകയും ചീട്ട് കളിക്കുകയും ദൂർത്തടിക്കുകയും. കാരണം ഇവരുടെ പണി എപ്പം കഴിയും? 3 മണി 4 മണിക്ക് രാവിലെ ഇറങ്ങിയാൽ 6 മണി 7 മണിയാവുമ്പോഴേക്ക് മണൽ വാരി കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ ഫുൾ ഒഴിവാണ്. ആ ഒഴിവ് സമയം മിസ്യൂസ് ചെയ്തുകൊണ്ടാണ് ധാരാളം പേർ മദ്യപാനികളായത്. പിന്നെ മദ്യപാനികളായത് നമ്മൾ പഠിച്ചാൽ, ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾ 3, 4, 5, 6 മാസമൊക്കെ അവരിവിടെ ഉണ്ടാവും. ഒരു പണിക്കും അവർ പോവില്ല. ഗൾഫിൽ പോയിട്ട് കഠിനാധ്വാനം ചെയ്യും. എന്നാൽ നാട്ടിക്ക് വന്നാൽ ഒരു പണിക്കും പോവില്ല. അവർക്ക് ഈ കൂട്ടുകൂടാൻ ഒരു ടീം ഉണ്ടാവും. ആ ചിലരെന്ത് ചെയ്യും? ഗൾഫിൽ നിന്ന് വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് തന്നെ കോളും വാങ്ങിയാ വരിക. കോള് വാങ്ങാന്ന് പോലും പറയാ. അത് വാങ്ങി വന്നിട്ട് അടുത്ത് തുടങ്ങും. അങ്ങനെ തുടങ്ങി അവർക്ക് പിന്നെ പോണത് വരെ ഒഴിവാണ്. അങ്ങനെ പോകാൻ സാധിക്കാതെ എയർപോർട്ടിൽ തന്നെ ലഹരിയിൽ തിമിർത്താടിയിട്ട് ന്യൂയോർക്കിലേക്ക് കൊണ്ടുവന്ന ഒരുപാട് കേസുണ്ട്. ഈ ഒഴിവുണ്ടാകുന്നവരാണ് ഏറ്റവും കൂടുതൽ ഇതിലേക്ക് പോയതായിട്ട് എൻ്റെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നിയ, എൻ്റെ ഒരു ജീവിതത്തിൽ ഒരുപാട് ഇത്തരം ആളുകളോട് സംസാരിക്കുന്നതിന് എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടത് ഒഴിവുള്ള ആളുകളാണ് ഇതിന് പോകുന്നതെന്നാണ്. ഏറ്റവും കൂടുതൽ ഒഴിഞ്ഞിരിക്കാൻ പാടില്ല നമ്മൾ. അത് ഖുർആനിലും പഠിപ്പിക്കുന്നുണ്ട്, റസൂലുള്ളാഹിയും പറയുന്നുണ്ട്. ജോലിയിൽ വ്യാപൃതന്റെ മുമ്പ് ലഭിക്കുന്ന ഒഴിവ് സമയം ശരിക്കും യൂട്ടിലൈസ് ചെയ്യണേ എന്ന് പ്രത്യേകമായി പ്രവാചകൻ ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. അതെ, ശബാബക ഖബല ഹറമിക, വാർദ്ധക്യാവസ്ഥ വരുന്നതിന് മുമ്പ് യുവത്വം ഉപയോഗപ്പെടുത്തണം. വസിഹതക
കബില സുഖമിക്ക, രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യം ഉപയോഗപ്പെടുത്തണം. വ ഇനാക്ക കബില ഫക്കരിക്ക, ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് ഐശ്വര്യം ഉപയോഗപ്പെടുത്തണം. വ ഫറാക്ക കബില സൊലിക്ക, ജോലിയിൽ വ്യാപൃതം ലഭിക്കുന്ന ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തണം. വ ഹയാത്തക്ക കബില മൗത്തിക്ക, മരണത്തിന് മുമ്പ് ജീവിതം ഉപയോഗപ്പെടുത്തണം. ആ ഒഴിവ് സമയം മിസ്യൂസ് ആയിരുന്നതുകൊണ്ടാണ്, ഉപയോഗപ്പെടുത്താത്തതുകൊണ്ടാണ് പലരും ഇത്തരം ലഹരിയിലേക്ക് പോകുന്നത്. ഇപ്പൊ നമുക്ക് കാണാം, ഈ ആളുകളൊക്കെ രാത്രി പോലും എവിടെയെങ്കിലും പീഡിയന്റെ ബാക്കിലോ വെയിറ്റിംഗ് ഷെഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിലോ എവിടെങ്കിലുമൊക്കെ ഒഴിഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു കൂടാരം കെട്ടിയൊക്കെ ഇരിക്കും. മുമ്പൊക്കെ കുറച്ചുകൂടി രഹസ്യത ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കൂടാരത്തിനുള്ളിലും വെയിറ്റിംഗ് ഷെഡിലൊക്കെ പരസ്യമായിട്ട് ഇവർ ചെയ്യാണ്. കാരണം എന്താ അറിയോ, അതും ഇപ്പോഴത്തെ ട്രെൻഡാണ്. പഠിച്ചോളി, ഇങ്ങനത്തെ ഒക്കെ ഇരിക്കുന്ന ആളുകൾ ഒരാവശ്യമില്ലാതെ വെയിറ്റിംഗ് ഷെഡ് പോയിട്ട് ബസ് എത്തിക്കലല്ലോ, വെറുതെ പോയി ഇരിക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെ കരുതണം. നമ്മളെ കുട്ടികളിലുണ്ടേ കരുതണം. അവരൊക്കെ അവിടുന്ന് മാറിപ്പോരണം. അതെ, നേരം വഴുകി വീട്ടിലേക്ക് എത്തുന്ന ഒരു കുട്ടിയുണ്ടോ, ഉറപ്പിക്കണം നമ്മൾ. അവര് നിൽക്കാതെ വെള്ളം കുടിക്കണ്ടോ, ഒരു വെള്ളത്തിന്റെ ബോട്ടിലായി നടക്കണ്ടോ, വല്ലാത്ത ദാഹായിരിക്കും ഉപയോഗിച്ചാൽ. അതുകൊണ്ട് അവരെ കരുതണം, അവരെ കരുതണം. അതെ, നേരത്തെ ഉണരാത്ത ഒരു കുട്ടിയുണ്ടോ, വളരെ ശ്രദ്ധിക്കണം. അടിശല്ലാണ്. നേരത്തെ ഉണരാത്ത ഒരു കുട്ടി ഉണ്ടെങ്കിൽ കരുതിക്കോളി. നേരം വഴുകി വരികയും നേരം വഴുകി ഉണരുകയും 8, 10, 12 മണിക്ക് ഉണരുകയും ചെയ്യുന്ന ഒരു കുട്ടി നമ്മളുണ്ടോ, ലഹരിയിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് ആ ലഹരിയിൽ നിന്ന് മോചിതമാക്കണമെങ്കിൽ നമ്മളെ വീട് ആ നിലക്ക് തയ്യാറാകണം. അതുകൊണ്ട് വ്യക്തിപരമായി ഈ ലഹരി ബാധിച്ച് ഉൾവലിഞ്ഞു പോകുന്ന, പിന്നോട്ട് പോകുന്ന ആ ഒരു കാഴ്ച നമ്മൾ കാണുകയും, രണ്ടാമത്തെ സ്റ്റെപ്പായി ഭാര്യയെ സംശയം വരികയും, മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് പിന്നീട് അത് കുടുംബ കലഹങ്ങളായിട്ട് വരികയും, ഏറെ കച്ചറയായി അത് നോക്കി നിൽക്കുന്ന മക്കളെ വരെ ബാധിക്കുകയും, ഇന്ന് പോലും രാവിലെ ന്യൂ ഹോപ്പ് എന്ന് സംസാരിക്കുമ്പം ഒരു 8 വയസ്സായ കുട്ടി, നല്ല ബുദ്ധിമതിയായ ഒരു പെൺകുട്ടിയാണ് അവർക്കാകെ ഉള്ളത്. പക്ഷേ ആ കുട്ടിക്കാകെ ടെൻഷനായി. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പഠനത്തിന് താഴോട്ട് വരികയും, കുട്ടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഞരമ്പ് മുറിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യണം. മാതാപിതാക്കളുടെ ഈ ലഹരി ഉപയോഗിച്ച് വന്നുള്ള കച്ചറ കൊണ്ട് ആ കുട്ടി അനുഭവിക്കുന്ന വിഷമമാണ്. ആ കുട്ടിക്ക് ഒന്ന് ഉയർന്നു നിൽക്കാൻ പോലും സാധിക്കാതെ ഉള്ള സങ്കടമാണ്. എന്നാലോ ഈ പിതാവിന് കുട്ടിയോട് വല്ലാത്ത സ്നേഹമാണ്. ആ സ്നേഹമുള്ള പിതാവ് കുടിച്ചുണ്ടാക്കണ ഇഷ്യൂ ഇന്ന് രാവിലെ ചർച്ച ചെയ്തതാ സൂചിപ്പിച്ചത്. എത്ര പേരറിയോ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്? ഇത് മൊത്തത്തിൽ പേഴ്സണലായിട്ട് ബാധിച്ച് അത് കുടുംബ കലഹമായി മാറി അങ്ങനത്തെ ഇഷ്യൂസിലേക്ക് പോകുന്ന എത്ര പേർ. അതായത് ഒരു കോണ്ടാക്ടറും വരികയാണ്. അദ്ദേഹം മാന്യനായ മദ്യപാനിയാണെന്ന് എന്നോട് പറഞ്ഞത്. മാന്യനായ മദ്യപാനി. അതെങ്ങനെയെന്നറിയോ? അദ്ദേഹം പറഞ്ഞത്, ഞാൻ വെള്ളടിക്കുന്നത് ആരും അറിയില്ല. അതെങ്ങനെ? അദ്ദേഹം പറഞ്ഞത്, ഞാൻ പള്ളിയുടെ ഭാരവാഹിയാണ്, ഭയങ്കര സ്ഥാനമുണ്ട്, രാഷ്ട്രീയത്തിലൊക്കെ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്, പക്ഷെ ഞാൻ മാന്യനായ ഒരു കോണ്ടാക്ടറിനാണ്, നല്ല പൈസ ഉള്ള ഒരാളാണ്, നല്ല മാന്യനായ കുടിക്കാരനാണ്. അപ്പം എന്തോ ചോദിച്ചു. എങ്ങനെ അറിയോ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം അവിടെ വന്നെങ്ങനെ അറിയങ്ങൾ? അദ്ദേഹം വന്നത് തൻ്റെ പിതാവ് മരണപ്പെട്ടപ്പോൾ, ആ മരണത്തിൽ ലഹരിയിലായിരുന്നപ്പം ആ സങ്കടം തീർക്കാൻ കഴിയാതെ വന്ന് അവിടുത്തെ ക്ലാസ്സും പരിശീലനവും കൗൺസിലിങ്ങും ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം ഡിസ്ചാർജ് ആയി പോണതിൻ്റെ തലേന്ന് രാത്രി അദ്ദേഹം ക്ലാസ് കഴിഞ്ഞ് പറഞ്ഞ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹം എഴുന്നേറ്റ് പറയാണ്. ആ പറഞ്ഞപ്പോഴാണ് മാന്യനായ കുടിക്കാരൻ എങ്ങനെ കുടിച്ചതെന്ന് മനസ്സിലായത്. മാസത്തിൽ 3 ദിവസം അദ്ദേഹം ടൂറ് പോകും. എന്നിട്ട് ലോഡ്ജ് എടുത്ത് അദ്ദേഹം താമസിക്കും. എന്നിട്ട് അവിടുന്ന് മദ്യം കഴിക്കും. മൊബൈൽ ഓഫ് ചെയ്യും. കാരണം അഥവാ കൊഞ്ഞിയ വർത്തമാനമെങ്ങാനും വീട്ടുകാരോ എനിക്ക് ഫോൺ കോൾ ചെയ്യുന്നവരോ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുന്നവർക്ക് ഫോൺ ഓഫ് ചെയ്യും. അങ്ങനെ മാന്യനായിട്ട് അദ്ദേഹം കുടിച്ച് പിന്നെന്ത് ചെയ്യും? എല്ലാം ഒഴിവാക്കി ഫ്രഷായി കുളിച്ച് ഇന്നൊക്കെ ചെയ്ത് അയാൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരും. മാസത്തിൽ 3 ദിവസമേ പോവുള്ളൂ. അങ്ങനത്തെ മാന്യനാണ് അദ്ദേഹം എന്നാണ് ആ വലിയ കോണ്ടാക്ടറും പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ എൻ്റെ പിതാവ് മരിക്കണമെന്ന്, അന്ന് ഞാൻ ഇങ്ങനെ
തിരിച്ചു പോരുമ്പം എനിക്കൊരു മൂഡ് ഓഫ്. അപ്പം തോന്നി ഒരല്പം അങ്ങോട്ട് ഇട്ടാൽ ശരിയാവുന്നു. അങ്ങനെ അദ്ദേഹം ഈ മാന്യനായ കുടിക്കാരൻ അല്പം കുടിച്ചപ്പോൾ വീണ്ടും കുറച്ചുകൂടി കുടിക്കാൻ തോന്നി. അങ്ങനെ രാത്രിയായി. അദ്ദേഹം വീട്ടിലേക്ക് രാത്രി 11 മണിക്ക് ഒരു വണ്ടിയിൽ ഇങ്ങനെ വന്നിറങ്ങി. അദ്ദേഹം ഇങ്ങനെ ആടിങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ ഒരുപാട് ആളുകൾ. ആ ആളുകളെ കാണുമ്പോൾ അദ്ദേഹം ആകെ ഭയന്ന്, ഈ ഇങ്ങനത്തെ ആൾക്കാർക്ക് തലതാത്തിയൊരു പോക്കുണ്ട്. നേരെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. വീട്ടിനുള്ളിലേക്ക് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് കയറിയിട്ട് അദ്ദേഹം ഇതൊക്കെ മറന്നു. അദ്ദേഹം ലഹരി അതിങ്ങനെ തളച്ച് പൊങ്ങാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പാട്ട് പാടാൻ തുടങ്ങി. അപ്പോഴാണ് വാപ്പക്ക് അപ്പുറത്ത് കലിമല്ലി കൊടുക്കേണ്ടത്. അദ്ദേഹം തന്നെ പറയണത് എഴുന്നേറ്റ് നിന്നിട്ട്, വാപ്പക്ക് കലിമല്ലി കൊടുക്കുമ്പോൾ ഞാനിവിടെ പാടുകയാണ്. അവസാനം അവിടുന്ന് വീട്ടുകാരിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ആളുകൾ എൻ്റെ ഡോറ് ഉള്ളിന്ന് പുറത്തുനിന്ന് ഇങ്ങോട്ട് ലോക്ക് ചെയ്തു. ഞാൻ ബോധം കെട്ടുറങ്ങി. എൻ്റെ വാപ്പ മരണപ്പെട്ടു. നേരം വെളുക്കുമ്പം അവിടുത്തെ ആൾക്കാർ തീരുമാനിക്കുകയാണ്, കുടുംബക്കാർ, കുറച്ച് ആൾക്കാർ, യുവാക്കള് ഇവനൊന്ന് കുളിപ്പിച്ച് ഒരു ഡ്രസ്സ് ഇടിക്കാൻ. കാരണം ആളുകൾ ഇത് കണ്ടാൽ, കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇവനെ കണ്ടിട്ടില്ല, ആൾക്കാർ കണ്ടാൽ അപമാനമാവും. കുറച്ചാൾക്കാർ മുതിർന്നവര് ഉപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കാനും, യുവാക്കളായ ആൾക്കാര് ഇവനെ കുളിപ്പിച്ച് വൃത്തിയായി നല്ല ഡ്രസ്സ് ഇടാൻ തീരുമാനിച്ചു. എന്നിട്ട് അങ്ങനെ ഇവനെ ഒരു 2-3 യുവാക്കൾ താങ്ങി പിടിച്ചിട്ടാണ് മയ്യത്തിന്റെ കൂടെ പള്ളിക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ എല്ലാരും വിചാരം, അവൻ തന്നെ പറയാണ്, എല്ലാരും വിചാരം ഞാൻ വാപ്പ മരിച്ച ദുഃഖത്തിലാണ്, എനിക്ക് നേരെ നീറ്റ് നടക്കാൻ കഴിയില്ല. എന്നിട്ടാണ് 2 ആളിങ്ങനെ 3 ആൾ താങ്ങി പിടിച്ചിട്ടാണ് ഞാൻ ഇന്നെങ്ങനെ കൊണ്ടുപോകുന്നത് പള്ളിക്ക്. അങ്ങനെ 3-ാമത്തെ സഫിലെത്തിയപ്പോൾ അവനെന്ത് ചെയ്തു, അവനെ പിടിച്ചാട്ട് അമർത്തി, നിൽക്കവിടെ എന്ന് പറഞ്ഞു, നുള്ളി അമർത്തി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നു. എനിക്കൊന്നും അറിയില്ല. ഞാൻ അങ്ങനെ പോയിട്ടൊക്കെ കഴിഞ്ഞ് അങ്ങനെ 15 ദിവസം ഞാൻ വീട്ടിലിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടാണ് ഈ ന്യൂ ഹോപ്പിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അവൻ അന്ന് കൊടുത്തൊരു ഉപദേശം ഉണ്ട് അവിടെയുള്ള ആൾക്ക്. ഇതാ, ഈ ലഹരി ഒന്നുകിൽ നമ്മളെ മാതാപിതാക്കൾ മരിച്ചാൽ, അതല്ല നമ്മൾ ലഹരിയോടുകൂടി മരിച്ചാൽ, അതുകൊണ്ട് ഇനി ഉപയോഗിക്കരുതേ എന്ന് അവിടെ കൂടിയ അന്ന് അഡ്മിറ്റിലുള്ള ആളുകൾക്കൊക്കെ ഒരു ഉപദേശം കൊടുത്തിട്ടാണ് ആ വലിയ കോൺട്രാക്ടറൻ അവിടെ നിന്ന് ഇനി ലഹരി നിർത്തിപ്പോയത്. അതെ, ഇങ്ങനെ ഒരുപാട് തലത്തിൽ ഇത് ബാധിക്കും. മറ്റൊരാൾ അദ്ദേഹം നല്ല കഴിച്ച് മൂഡിലായപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉമ്മ മരിക്കുന്നത്. നല്ല മൂഡിൽ അദ്ദേഹം നേരെ വീടിൻ്റെ അകത്ത് വന്നിട്ട് കട്ടിലെ ചോട്ടിൽ ഒളിച്ചു എന്ന് എന്നോട് പറഞ്ഞത്. കട്ടിലെ ചോട്ടിൽ ഒളിച്ചു. ധാരാളം സ്ത്രീകളൊന്നായിട്ട് വീടിൻ്റെ ഉള്ളിൽ മൊത്തം സ്ത്രീകൾ. ആ കട്ടിലെ ചോട്ടിൽ ഈ ലഹരി ഉപയോഗിച്ച ആൾ ഒളിച്ച് കിടക്കാണ്, കരയാണ്. ഉമ്മാന്റെ മയ്യത്ത് പോലും കണ്ടിട്ടില്ല. അങ്ങനെ ഉമ്മാനെ കബറടക്കൊക്കെ കഴിഞ്ഞ് ആകെ സങ്കടപ്പെട്ട് ഈ വീട്ടിൽ നിന്ന് ഹാങ് ഓവറൊക്കെ മാറി എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തെയും കൂട്ടി അദ്ദേഹത്തിന്റെ വീട്ടുകാർ ബാക്കിയുള്ളവർ ന്യൂ ഹോപ്പിലേക്ക് കൊണ്ടുവരികയാണ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ എത്ര പേർ. അതെ, ഇതൊക്കെ ഏത് സമയത്തും സംഭവിക്കുമല്ലോ. നമ്മളെ വീട്ടിൽ ഇങ്ങനത്തെ മരണവും മറ്റുമൊക്കെ സംഭവിക്കുമല്ലോ. അതേപോലെ കോഴിക്കോട് മിംസിലേക്ക് ഒരാൾ അറ്റാക്കായി കൊണ്ടുപോകുന്ന സമയത്ത് ഡൈവറായി പോകുന്ന മകൻ തന്നി ലഹരിയിലാണ്, MDMA ഉപയോഗിച്ചിരിക്കുകയാണ്. അവനെന്ത് ചെയ്തു, വണ്ടി എടുക്കാൻ ധൈര്യമല്ല, പക്ഷേ ഇത് ഉപയോഗിച്ചതായിരിക്കും അറിയില്ല. ഒരു മണം പോലും ഉണ്ടാവില്ല. ഇത് പല രീതിയിൽ ഉപയോഗിക്കും, ഒരു മണം പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഈ ലഹരി ഉപയോഗിച്ച ഒരു മകൻ കോഴിക്കോടുക്ക് വണ്ടി എടുത്ത് പോവാണ്. ബാപ്പ അറ്റാക്കായ ഒപ്പനും കയറ്റിട്ട് വയല് പിന്നെ ഡ്രൈവറിന് അടിച്ച് പ്രശ്നമായി, ആകെ ആക്സിഡൻ്റായി, മൊത്തം ആംബുലൻസ് വരവായി. അപ്പോഴൊന്നും അവൻ പറയാണ്, എന്നിട്ടും ഞാൻ ഉപയോഗിച്ചത് അറിഞ്ഞിട്ടില്ലായിരുന്നു. എൻ്റെ ഉമ്മി ബാപ്പയൊക്കെ മരിച്ചു പോകേണ്ടിയാണ്. അന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു. അവിടെ തട്ടി ആകെ വണ്ടിയൊക്കെ പൊളിഞ്ഞ് ഇതായി, എന്നിട്ട് പോലും അറിഞ്ഞിട്ടില്ല എന്നവൻ പറഞ്ഞു. അവൻ ഉപയോഗിക്കണ അറിയില്ല. ഇങ്ങനത്തെ മക്കളാണ് വീട്ടിലുള്ളത്. ഇതിൻ്റെ ഗൗരവം നമ്മൾ അറിയും. ഇതൊക്കെ ഓരോരുത്തരും ന്യൂ ഹോപ്പിൽ വന്ന് ഓരോരുത്തരെത്തിപ്പെട്ടതിൻ്റെ ആ ഒരു ഇതിലേക്ക് പെട്ടതിൻ്റെ അനുഭവങ്ങൾ അവർ പങ്കുവെക്കുമ്പോഴാണ് ഇതിലൊരു ഭയാനകത മനസ്സിലാകുക. ഇനി ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ എത്ര പേരാരെയോ ശരിക്ക് ഈ ഉപയോഗിക്കുന്ന ആളുകൾ അവരിങ്ങനെ പറഞ്ഞു കേട്ടാൽ ഞെട്ടിപ്പോകും. സത്യത്തിൽ വാഹനമോടിച്ച് പോകാൻ ഭയമാകും നമ്മൾക്ക്. അത്ര പ്രയാസത്തിലാണ് ഇവരുടെ അവസ്ഥ. ഇവരിങ്ങനെ ഒരു കണ്ണിങ്ങനെ ചിമ്പി വരുന്നതാണ്.
ലഹരി ഉപയോഗിച്ച് ഡ്രൈവൊക്കെ ചെയ്യുമ്പോഴേ അവർ പറയാണ് 2 ട്രാക്കുള്ള റോഡ് 4 ട്രാക്കായി കാണും. അതെ, 2 ട്രാക്കുള്ള റോഡ് നല്ലോണം ഒരു കണ്ണിമ്പി വരുന്നവനാണ് ഉറപ്പിച്ചോളി, ഓൻ ലഹരിയിലാണ്. ഞാൻ എൻ്റെ നാട്ടിലൊരുത്തൻ അവനിങ്ങനെ ഒരു കണ്ണ് ചിമ്പിയപ്പോൾ ഇങ്ങനെ പോവാണ് ഓൻ വൈകുന്നേരമായി. അപ്പോൾ ഞാനൊരു നോട്ടം നോക്കി, നിങ്ങൾക്കിത് തിരിയും വേറെ ആരോട് പറയില്ലിട്ടോന്ന് നോക്കി. നിങ്ങൾ ആ നോട്ടം നോക്കിയപ്പോൾ ഓന് മനസ്സിലായി. കാരണം നിങ്ങൾക്കൊക്കെ ഇത് മനസ്സിലാക്കണം. നമ്മൾ പിന്നെ അവനക്ക് പെട്ടെന്ന് മനസ്സിലായി ഇത് നിങ്ങൾക്ക് തിരിയും വേറെ ആരോട് പറയില്ലിട്ടോ എന്ന് പറഞ്ഞിട്ട് സോറിയൊക്കെ പറഞ്ഞിട്ടാണ് അവൻ പോണത്. ഇതാണ് അവസ്ഥ. കാരണം ഈ കണ്ണിങ്ങനെ ചിമ്പിയാലാണ്, അല്ലെങ്കിൽ ഒരാളെ 2 ആളായി കാണും. 2 ട്രാക്കുള്ള റോഡ് 4 ട്രാക്കായി കാണും. അതെ, അപ്പൊ കണ്ണിൻ വിടണോലൊക്കെ കരുതിക്കോളൂ. ഒരു കണ്ണിങ്ങനെ ചിമ്പി വിടണ പോലെ അവർ ചില ആളുകൾ എന്ത് ചെയ്യല്ലോ, തോർത്ത് ഇങ്ങനെ ഇട്ടു. ഒരു തോർത്തൊക്കെ പൊന്നാനിന്ന് വന്ന ഒരാള് കാസർഗോഡ്ക്ക് വരെ മത്സ്യമായിട്ട് പോണ അയാൾ പറയാം 4 മണിക്കൂറിനോട് അവിടെ എത്തും. അത്ര സ്പീഡിലാണ് പോവുക. ഒരു തോർത്തിങ്ങനെ കണ്ണിനിങ്ങനെ തോർത്തിട്ടാണ് പിന്നെ ആ മീൻ അത്ര പെട്ടെന്ന് നടത്തണം. രാത്രി നേരം വെളുക്കുന്നതിന് മുമ്പ് മീനിൻ്റെ ബിസിനസ് തുടങ്ങുമല്ലോ, അപ്പോഴേക്ക് എത്തണം. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പോക്കാട് പോകും. അതൊക്കെ എവിടെ തട്ടിയാലും മുട്ടി എങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരാണ് ഈ വാഹനത്തിലൂടെയൊക്കെ പോണത്. നല്ലോണം പേടിയാവും ഇവരെ കഥ കേട്ടാൽ. ആ നിലക്ക് ലഹരി ഉപയോഗിച്ചിട്ട് എത്ര അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. ഇവർക്കാർക്കും ഇത് അറിയില്ല എന്നുള്ളതാണ് വസ്തുത. എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഒരു ഹാലിങ്ങനെ പോകും. ആ സമയത്താണ് വീട്ടിലൊക്കെ കച്ചറ ഉണ്ടാകുക. ഇപ്പോൾ ഭാര്യ ഒരുപാട് ചീത്തറിയും, ഉമ്മയും ബാപ്പിയും ചീത്തറിയും. എന്നിട്ട് വാപ്പിയും മീൻ തെറ്റും. ഈ വാതിൽ തുറന്നു കൊടുത്തിട്ടല്ലേ, എന്നോട് പറഞ്ഞില്ല നേരെ വയ്ക്കുക. അപ്പം എന്ത് ചെയ്യും, എന്താ കാട്ടുക, പെറ്റമ്മ അത് തുറന്നു കൊടുക്കും, പ്രശ്നമാകും. ഇങ്ങനെ എത്ര പ്രശ്നം അറിയോ, എത്ര കച്ചറ കുടുംബം എന്നായിട്ട്. ശരിക്ക് ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ ഒരു മരിച്ച വീടിനേക്കാൾ ദുഃഖിതരായിട്ടാണ് ആ വീട് കഴിഞ്ഞത്. അതുകൊണ്ട് യുവാക്കളോട് പ്രധാനമായി പറയാനുള്ളൊരു കാര്യം എന്താ പറയുക, ശ്രദ്ധിക്കണം യുവാക്കളെ, ഇത് അകൽന്ന് ശ്രദ്ധിക്കുന്നവരെ. എന്താ അറിയോ, നമ്മളിപ്പോൾ ഒരു കിഡ്നി മാറ്റിവെക്കാൻ 30 ലക്ഷം രൂപ ഏറ്റവും ചുരുങ്ങിയ വേണം. 30 ലക്ഷം റുപ്യ. അപ്പം എന്താ ചെയ്യുക നമ്മുടെ നാട്ടിൽ? ഈ ഐന്തൂര് അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ നാട്ടിലൊരാളുണ്ട് അങ്ങനെ, അതിനുള്ള പിരിവ് കടന്നു കൊടുക്കണം. ഈ ഐന്തൂര് അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ സർവകക്ഷി യോഗം വിളിക്കും, ജാതി മതഭേദമന്യേ എല്ലാവരെയും കൂട്ടും. എന്നിട്ട് എന്ത് ചെയ്യും, വലിയ ഒരു സംവിധാനത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ കിഡ്നി മാറ്റിവെക്കാനുള്ള കലക്ഷൻ ആരംഭിക്കും. അങ്ങനെ 30 ലക്ഷം രൂപ സ്വരൂപിച്ച് ആ വ്യക്തിയുടെ കിഡ്നി മാറ്റിവെച്ചാൽ ആ വ്യക്തിക്ക് മാക്സിമം അത് കിട്ടൽ ഗ്യാരണ്ടി 10 കൊല്ലാണ്. 10 കൊല്ലാണ് ആ വ്യക്തിക്ക് അതിനോടുള്ള മെച്ചുണ്ടായി. എന്നാൽ യുവാക്കളെ, ഇതിനേക്കാളേറെ നമ്മൾ പണിയെടുക്കേണ്ടത് ഒരു ലഹരി ഉപയോഗിക്കുന്നവനെ മാറ്റാനാണ്. അതെ, ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ മാറിയാൽ ഏറ്റവും ചുരുങ്ങിയത് 30 പേരെങ്കിലും സന്തോഷിക്കുന്നതായിരിക്കും. 30 പേരെങ്കിലും ഏറ്റവും ചുരുങ്ങിയത്. അങ്ങനെ കുട്ടിയൊക്കെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ സന്തോഷത്തിന് അതിരില്ല. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന്മാർ, പെങ്ങന്മാർ, അതെ, അങ്ങനെ കൂട്ടിയാൽ 15-ൽ പരം പേര് അങ്ങനെ ഉണ്ടാവും. ഇപ്പുറത്ത് ഭാര്യയുടെ മാതാപിതാക്കൾ, ഒരു കല്യാണം കഴിച്ച വീട്ടിലൊക്കെ ഒരു ഭർത്താവ് ലഹരിയിലാണെങ്കിൽ, ഭർത്താവിൻ്റെ അനിയൻ ലഹരിയിലാണെങ്കിൽ, അമ്മോശാക്ക ലഹരിയിലാണെങ്കിൽ എന്തായിരിക്കും ആ അവസ്ഥ? ഇപ്പുറത്തുള്ള കരച്ചിലും നൊമ്പരങ്ങളും. അവിടെ എന്തെടുക്കായിരിക്കും? ഇപ്പം എൻ്റെ കുട്ടിനെന്തോ ചെയ്യുന്നുണ്ടോ, കഴുത്തിന് പിടിക്കുന്നുണ്ടോ, മക്കളെ തല്ലുന്നുണ്ടോ, ഭീതിയും ബേജാറുമായി. അതെ, ഒരു മരിച്ച വീടിനേക്കാൾ ഭയാനകമായ അവസ്ഥയിലാണ് ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ. അത് ഉപ്പയാകട്ടെ, മകനാകട്ടെ, ഭർത്താവാകട്ടെ, ആരാവട്ടെ, പെൺകുട്ടിയാവട്ടെ ഉണ്ടായാൽ ആ വീടിൻ്റെ ഒരു ദുഃഖം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. അതെ, അത്രക്ക് പ്രയാസമായത് കൊണ്ട് തന്നെ ഈ യുവാക്കളായ ആളുകൾ അവർ ഇതിൽ ഇടപെടണം. ഓരോ വീട്ടിലും ചെല്ലണം. ഈ ഐന്തൂരിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കാൻ സാധ്യമാകും. അതിനെന്താ വേണ്ടത്? ഈ മൂടായി നിൽക്കുമ്പം സംസാരിക്കരുത്, അവരോട് സംസാരിക്കരുത്. മൂടായി നിൽക്കുമ്പോൾ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവിടെ നേരത്തെ ലഹരിയുമായി ബന്ധപ്പെട്ട ഖുർആന്റെ വിപ്ലവം പറഞ്ഞു കൊടുത്ത് നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. അംസാറി അള്ളാഹു അൻഹു അറിയാലോ, വമ്പുറ്റ അംസാർ.
ആ ഹംസ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ലഹരി നിരോധിക്കുന്നതിന് മുമ്പ്, മദ്യം നിരോധിക്കുന്നതിന് മുമ്പ് ഒരു വളരെ ശ്രദ്ധിച്ച്, വളരെ ആറ്റുനോറ്റ്, നല്ല ശ്രദ്ധയോടുകൂടി പോറ്റിയുണ്ടാക്കുന്ന ഒരു ഒട്ടകം, ആ ഒട്ടകത്തെ, ആ സഹാബി പോറ്റിണ്ടാക്കുന്ന ഒട്ടകത്തെ ഹംസ റളിയല്ലാഹു അൻഹു അറിയോ, ഈ ലഹരിയുടെ മൂടിൽ പോയിട്ട് ആ ഒട്ടകത്തെ വാളുകൊണ്ട് ഒരൊറ്റ കുത്ത്, കുടലിങ്ങോട്ട് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നപ്പോൾ പരാതി പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു, പിതൃവ്യനാണല്ലോ ഹംസ റളിയല്ലാഹു അൻഹു, ചെന്നു. ചെന്നപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു കണ്ണൊക്കെ ചോന്നിങ്ങനെ നിൽക്കുകയാണ്. അബ്ദുല്ലാൻ്റെ മകൻ മുഹമ്മദ് ആണല്ലേ എന്നൊക്കെയാണ് ഹംസ റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗനിയായി അവിടുന്ന് തിരിച്ചു പോരുക ചെയ്തത്. ആ സമയത്ത് സംസാരിച്ചിട്ട് കാര്യമല്ല. അതെ, മൂടായി നിൽക്കുമ്പോൾ നമ്മളും സംസാരിച്ചിട്ട് കാര്യമല്ല. അവിടെയാണ് പലർക്കും അബദ്ധം പറ്റലും പ്രശ്നം ഉണ്ടാകലും. അപ്പോഴായിരിക്കും എല്ലാവരും ഹാലളകലും, ഭാര്യ പ്രശ്നം ഉണ്ടാക്കലും, മാതാപിതാക്കൾ കച്ചറുണ്ടാക്കലും, പ്രശ്നമായാലും ഒക്കെ. അവിടെ ഒന്നും വേണ്ടിയിട്ട് കാര്യമില്ല. അവിടെ എതിർക്കാൻ പോകരുത്. നേരം വെളുക്കുമ്പോൾ എല്ലാം ഇറങ്ങിയ ശേഷം പേടിയിലായിരിക്കും അവർ. ഇന്നലെ എന്തൊക്കെ ഉണ്ടായതെന്ന് പോലും അവർക്കറിയില്ല. ഇന്നലെ എന്തൊക്കെ സംഭവിച്ചു എന്നും, എന്തൊക്കെ വർത്താനം പറഞ്ഞൊന്നും, ആരോട് കച്ചറുണ്ടാക്കിയെന്നും, വണ്ടി ആക്സിഡന്റ് ആയിരുന്നൊന്നും, എവിടെയായിരുന്നു ഒന്നും അറിയില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. അബുദാബിന്ന് ഒരുത്തം വരികയാണ്. വരുന്ന എങ്ങനെ ഇറങ്ങൾ അദ്ദേഹം പറയാണ്, തൻ്റെ അവര് ഒരു 2 വയസ്സായ കുട്ടിയും മോളും, ആ 2 വയസ്സായ കുട്ടിയും ഭാര്യയും ഭാര്യൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ കൂടി ആദ്യം എൻ്റെ അടുത്തേക്ക് വന്ന് പറയാണ്, ഒരു ലാസ്റ്റ് ചാൻസ് ന്യൂ ഹോപ്പിലേക്ക് വന്നിട്ട് നന്നായാൽ എൻ്റെ മോളതാ, ഈ കുട്ടിയും കാണുമ്പം വിഷമാണ്, ഒരു ലാസ്റ്റ് ചാൻസ് കൊടുക്കുകയാണ്. അങ്ങനെ അവൻ വന്നിട്ട് പറഞ്ഞത്, അബുദാബിയിലെ ബാറിലേക്ക് അവൻ പോയത്. അബുദാബിയിലെ ബാർക്ക് ചെന്നിട്ട് അവൻ കുടിച്ച് ലക്ക് കെട്ട്, അങ്ങനെ അവൻ രാവിലെ ഉണർന്നു നോക്കുമ്പം അവൻ്റെ ഫ്ലാറ്റിലാണ്. അവൻ്റെ പിതാവ് അപ്പുറത്ത് വലിയൊരു കമ്പനി ജോലി ചെയ്യാണ്, ഇവനും വലിയ ജോലിയും വലിയ പൈസയുണ്ട്. പക്ഷേ ഒരു ഫ്ലാറ്റിൽ, ആ ഫ്ലാറ്റിൽ ഇങ്ങനെ കഴിഞ്ഞു കൊടുക്കുന്നതേ, ഉണർന്നു നോക്കുമ്പം രാവിലെ ഇവൻ ഇങ്ങനെയാണ് ഈ ഫ്ലാറ്റിൽ എത്തിയെന്ന്, രാത്രി എത്തിയെന്നൊന്നും അവൻ അറിയില്ല. അങ്ങനെ അവന് എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകാനായി. ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റി, ഒരു കുബൂസൊക്കെ അഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴേ അവൻ്റെ കാറിൻ്റെ ചാവി കാണുന്നില്ല. തെരഞ്ഞു, സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്, കാണുന്നില്ല. പോർച്ച് പോയി നോക്കി, പോർച്ചിൽ കാറില്ല, ട്രാക്കിൽ കാറില്ല. അങ്ങനെ കുടുങ്ങി. അവൻ പറയാണ്, അവരെ ഇതൊക്കെ ന്യൂ ഹോപ്പ് എന്ന് പറയണം ഒരവസ്ഥ. അങ്ങനെ കുറേ 10 മണിയായി, ഡ്യൂട്ടിക്ക് പോണ സമയമൊക്കെ തെറ്റി, അന്ന് ലീവായി. എന്നിട്ടും തെരച്ചിൽ മാറുന്നില്ല. അവസാനം ഇങ്ങനെ കീശയെ കൈയിട്ട് നോക്കുമ്പം അതിലൊരു ബാറിൻ്റെ ബില്ലുണ്ട്. ആ ബില്ല് കണ്ടപ്പോൾ അവനിങ്ങനെ ഒരു ടാക്സി എടുത്തിട്ട് ബാർക്ക് പോയി നോക്കി. അപ്പണ്ട് ആ ട്രാക്കിൽ കാർ നിർത്തി ചാവി അതിലുണ്ട്. ഇവനറിയില്ല ഇന്നലെ എങ്ങനെയാണ് എത്തിയെന്ന്. ഏതോ ടാക്സി വിളിച്ചിട്ടോ എങ്ങനെ എത്തിയറിയില്ല. അത്ര പോലും ലഹരി ഉപയോഗിച്ച് മൂടാകുമ്പം ഇവർക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ സമയത്തല്ല, പകൽ സമയത്താണ് അവരോട് നമ്മൾ സംസാരിക്കേണ്ടത്. അങ്ങനെ നമ്മൾ സംസാരിച്ചാൽ അവർക്ക് ഭയങ്കര ഭയമാണ്. രാവിലെ ഒരു വീട്ടിലേക്ക് ചെന്നാൽ, ഞാനൊക്കെ എത്രയോ വീട്ടിലേക്ക് ചെന്ന് നോക്കിയിട്ടുണ്ട്, അവർക്ക് പേടിയാണ് നമ്മൾ വരുന്നത്. കാരണം ഞാൻ ഇന്നലെ എന്തോ പ്രശ്നം ഉണ്ടാക്കി, അവർക്ക് അറിയില്ല, ബ്ലാങ്കാണ് രാത്രി. അതെ, ഈ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പം അവർ പറഞ്ഞതൊക്കെ കേൾക്കും, നമ്മൾ പറഞ്ഞു കൊടുത്തേക്ക് വരും, അവർ ചികിത്സക്ക് വിധേയമാകും, അവർ നന്നാകും. അപ്പോ ഒരു കിഡ്നി മാറ്റി വെക്കാൻ നാടൊന്നാകെ ആ ഒരു എല്ലാവരും ഇടുങ്ങി ഞെരുങ്ങി ഒരുപാട് ബക്കറ്റും പാട്ടയും അല്ലാതെയും പിരിച്ച് അങ്ങനെ ആ ഒരു ഊർജം ചെലവാക്കുന്ന, അത് വേണം, ആവശ്യമാണ്. അതിനേക്കാൾ എത്രയോ പ്രയോജനമാണ് ഒരു ലഹരി ഉപയോഗിക്കുന്ന ആൾ മാറിയാൽ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഈ കാര്യത്തെ കാണേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾ ഇന്ന് ഇതിലേക്ക് ഇങ്ങനെ കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊക്കെ സ്കൂളിൽ, ക്യാമ്പസിലൊക്കെ എത്രയാണ് അറിയോ ഇതിൻ്റെ വ്യാപനം, ഇത് വരുന്ന രംഗം ഓരോന്നും. അവിടെയുള്ള ആളുകൾ, ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളൊരു കുട്ടി പറയാണ്, തിരുവനന്തപുരത്തുള്ളൊരു കുട്ടി, ഈ മഞ്ചേരിയുള്ള ഒരുത്തൻ, ഇവരൊക്കെ ഇപ്പം ന്യൂ ഹോപ്പിലുണ്ട്, അവരൊക്കെ പറയണത്, ഇതിൻ്റെ വിൽപ്പനക്കാരൊക്കെ പറയണത് കേട്ടാൽ ഞെട്ടിപ്പോവും. അതേ, ബാംഗ്ലൂരിൽ നിന്നും മറ്റുമൊക്കെ
ഇത് എത്തുന്ന രീതി, അവരിത് കൊണ്ടുവരുന്ന രീതി അവിടെ പഠിക്കാൻ പോകുന്ന കുട്ടികളിൽ കൊടുത്തേക്കലുണ്ട്. അതേപോലെ ഇത് അറിയാതിരിക്കാനുള്ള സംവിധാനം പ്രായം ചെന്ന സ്ത്രീകളിൽ കൊടുത്തേക്കും. നമ്മളെ ഈ ബോക്സില്ലേ, ഇങ്ങനത്തെ മൈക്കിൻ്റെ ആംപ്ലിഫയറിൻ്റെ ഒക്കെ ബോക്സ്, ഈ ബോക്സ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇവർക്ക് ഒരുപാട് അറിയാത്ത രൂപത്തിൽ എങ്ങനെയാണ് ഇത് കേരളത്തിലേക്ക് എത്തിക്കേണ്ടതെന്നുള്ള കൃത്യമായ വിവരണം അവരിലുണ്ട്. അവർക്കറിയാം. ഇനി അവരെ പിടിക്കപ്പെടാതിരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതൊന്നും വിശദമായി പറയേണ്ടതല്ല, മറിച്ച് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇതൊക്കെ അതീവ ഗൗരവമാണ്. ഇങ്ങനെയൊക്കെ ഇതിൻ്റെ വ്യാപനം, ഇതിൻ്റെ ഓരോ സ്കൂൾ കേന്ദ്രീകരിച്ചും ഇതുണ്ട്. ഇത്രത്തോളം അറിയോ, ഞാനിപ്പോൾ സൗദി പോയപ്പോൾ അവിടെയും ഒരാൾ പറയാണ്, ഒരു മണ്ണിൽ ഇത് ഒരു സ്ഥിരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു കുറച്ച് കോൺക്രീറ്റ് പൊട്ടിയ സ്ഥലമുണ്ട്. അവിടെ മണ്ണിലോർത്ത് അവിടെ കുഴിച്ചിടുകയാണ്. എന്നിട്ട് വേറൊരുത്തം വന്ന് ഇത് മാന്തി പോവുക, പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക. ഇതിവിടെ പല പാലത്തിൻ്റെ ചോട്ടിലുണ്ട്. ഇപ്പോൾ ഇവർ പറയാണ്, ഇന്ന നമ്പർ, പങ്ങാടിപ്പുറം പാലത്തിലൊക്കെ ചോട്ടിലേ ഇന്ന നമ്പറായിട്ട് പറഞ്ഞാൽ ആ നമ്പർ ഇവരോട് മാന്തിയാൽ സാധനം കിട്ടും, പൈസ ഗൂഗിൾ ചെയ്ത് കൊടുത്താൽ. ഇങ്ങനെ പോലും തമ്മിൽ ബന്ധമില്ലാതെയാണ് ഇപ്പം ഈ ബിസിനസ്സൊക്കെ. അങ്ങനെയൊക്കെയാണ് ഇത് നടക്കുന്നത്. എന്തൊക്കെ രീതിയിലറിയോ, നമ്മളൊക്കെ ഞെട്ടിപ്പോകുന്ന, ഒരിക്കലും സംശയിക്കാൻ പോലും പറ്റാത്ത വിധമാണ് ഇതിൻ്റെ ഉപയോഗം വ്യാപനമായി വരുന്നത്. അതുകൊണ്ട് ഈ ലഹരിയിൽ നിന്ന് നമ്മൾക്ക് നമ്മുടെ സമൂഹത്തെ മോചിപ്പിക്കാൻ കഴിയണം. അത് കഴിയണമെങ്കിൽ ആൾക്കാരെങ്ങനെ പോണത്, ആമുഖത്തിൽ പറഞ്ഞ ഈ ഖുർആന്റെ ഉത്ബോധനം അത് കിട്ടാത്ത ജാതിമത ഭേദമന്യേ ഉള്ള ഏതൊരാൾക്കും ഇടുക്കവും ഞെരുക്കവും അനുഭവപ്പെടും. അപ്പം അതിൻ്റെ സമാധാനം കിട്ടാൻ വേണ്ടി അവർ കണ്ടെത്തുന്ന മേഖലയാണ്. ഖുർആൻ പഠിക്കുന്ന ഒരാൾക്ക് അവർക്കോ കൃത്യമായ സമാധാനം കിട്ടും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പരിസരത്തുള്ള ഹൈന്ദവ സഹോദരൻ, അത് 12 വർഷം മുമ്പ് വന്ന അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെയൊക്കെ സമ്പന്നനായപ്പോൾ എൻ്റെ ജീവിതത്തിൽ സമ്പാദിക്കേണ്ട ഒരു വലിയ പങ്ക് ഞാൻ പാവങ്ങളായ കുട്ടികൾക്ക് അവർക്ക് ഡ്രസ്സ് വാങ്ങാനും സ്കൂളിലെ പാഠപുസ്തകങ്ങൾ വാങ്ങാനും ബാഗ് വാങ്ങാനും കുട വാങ്ങാനും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അതെ, അങ്ങനെ മാറും. ഏതൊരാളും മാറും. ആ മാറ്റത്തിന് അവർക്ക് നമ്മൾ സാഹചര്യം ഒരുക്കി കൊടുക്കണം. അവർക്ക് ദിശാബോധം നൽകണം. അവർക്ക് കൃത്യമായി ലോകത്തിന് വന്ന ഖുർആന്റെ സന്ദേശം ഏതു മനുഷ്യന്റെ മനസ്സിലേക്കും അത് തട്ടാതിരിക്കൂല. അതുകൊണ്ട് ഈ ഖുർആൻ പഠിക്കുമ്പോഴാണ് ഞെരുക്കവും ഇടുക്കവും അവർക്ക് പോകുക, ഏതൊരാൾക്കും. അതെ, അത് മാറുകയും പരലോകത്ത് കണ്ണ് കാണാത്ത അവസ്ഥ ലോക ജനതക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു കൊടുക്കണം നമ്മൾ. അതെ, ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞത്. അതായത് ഖുർആൻ മുസ്ലിങ്ങളെ മാത്രം ഗ്രന്ഥമല്ല. ഇപ്പോൾ റമദാനിൽ നമ്മൾ ഓതുന്ന ഒരു ആയത്തുണ്ടല്ലോ, അവിടെ സദസ്സിലുള്ള ആൾക്കാർ, എന്താണ് ആയത്ത്? ആവർത്തിച്ച് കേട്ടൊരായത്ത്, ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ ഖുർആൻ ഇറങ്ങിയത് റമദാൻ മാസത്തിലാണ്. ഹുദൽ ലിന്നാസ് വബയ്യിനാത്തുൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. സത്യാസത്യ വിവേചന ഗ്രന്ഥമായി ഖുർആൻ ഹുദൽ ലിന്നാസ്, ലോകത്തുള്ള മൊത്തം ജനങ്ങൾക്കാണ്. കണ്ടോ, ഖുർആൻ ആർക്ക് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ലോകർക്ക് മൊത്തമാണ് ഈ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വമാ അർസൽനാ ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് മൊത്തം. എന്നാൽ നമ്മൾ പൂർവ്വ വേദങ്ങളൊക്കെ പരിശോധിച്ചാലോ, അതിൽ കാണാം ഈ പ്രവാചകനെ പറ്റി, ഈ ഖുർആനെ പറ്റിയുള്ള പരാമർശം. ഇപ്പൊ ബൈബിളിൽ കാണാം, യേശുക്രിസ്തു പറഞ്ഞത്, എന്നെ ഇസ്രായേലിലെ കാണാതെ പോയ ആളുകൾക്കല്ല അയച്ചിട്ടില്ല, ഇസ്രായേലിയർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്നാൽ യേശു ഈ ലോകത്ത് വിട പറയാൻ പോകുന്ന സമയത്ത് പറഞ്ഞ വാക്യവും നമുക്കവിടെ കാണാം. അതാ യേശു പറയാണ്, അങ്ങ് പോയാൽ ഞാൻ കാരാളെന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, ഈസാ നബിയോട് ചോദിക്കുകയാണ്. അപ്പൊ ഈസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്യം ഇന്ന് നമുക്ക് ബൈബിളിൽ വായിക്കാം. എനിക്ക് നിങ്ങളോട് പലതും പറവാനുണ്ട്, ഇപ്പോൾ വഴിപ്പാനുള്ള കഴിവില്ല. ഞാൻ പോയാലേ നിങ്ങളുടെ അടുക്കലേക്ക് കാര്യസ്ഥൻ വരികയുള്ളൂ. കാര്യസ്ഥൻ വന്നുകൊണ്ട് എൻ്റെ വചനങ്ങളെ ദൈവനാമത്തിൽ സംസാരിക്കും. അവൻ ലോകത്തിന് ന്യായത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. ആ വചനങ്ങൾ കേൾക്കാതെ പോയാൽ ചോദ്യം ചെയ്യും. അതെ, ന്യായത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യപ്പെടുത്തുന്ന
ഒരു പ്രവാചകൻ വരാനുണ്ട്. അവൻ ദൈവനാമത്തിൽ സംസാരിക്കും. അതാണ് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ വായിക്കണം. അതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറാ ഗുഹയെന്ന് പേടിച്ച് വിറച്ച് പനിച്ച് സമ്മിലുനി യാ ഖദീജ എന്ന് പറഞ്ഞു വരുമ്പോ പുതപ്പിട്ട് മൂടിക്കൊടുത്തപ്പോ ആശ്വസിപ്പിച്ച ശേഷം എന്താ ഉണ്ടായെന്ന് ചോദിച്ചപ്പോ ഖദീജ റളിയല്ലാഹുവിനോടൊക്കെ പറഞ്ഞു കൊടുത്തപ്പം നമുക്കതാ ക്രിസ്ത്യൻ പുരോഹിതനായ വർഖത്ത് ഇബ്നു നൗഫലിന്റെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് പോകുമ്പം ഞങ്ങളെ ബൈബിളിൽ പറഞ്ഞ പ്രവാചകനാണ് അങ്ങ് ഇനി ആട്ടിയോടിക്കും, കല്ലെടുത്തെറിയും, കൂക്കി വിളിക്കും, പരിഹസിക്കും, നാട് കടത്തും എന്നൊക്കെ വർഖത്ത് നൗഫൽ പറഞ്ഞു കൊടുക്കുമ്പം അതൊക്കെ എന്നെ ചെയ്യോ എന്ന് ചോദിക്കുകയും അല്ലമീൻ എന്നുള്ള പേരിൽ റസൂലുള്ളാഹിക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. അതെ, നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും, ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ അങ്ങയെ ഞാൻ സഹായിക്കുമെന്ന് അന്ന് വർഖത്ത് നൗഫൽ പറഞ്ഞ ആ സംഭവം എത്ര ശ്രദ്ധേയമാണ്. അതെ, ലോകർക്ക് മൊത്തമുള്ള പ്രവാചകൻ, ലോകർക്ക് മൊത്തമുള്ള ഖുർആൻ, അത് പഠിക്കുമ്പോൾ പരിവർത്തനമുണ്ടാകും, മാറ്റമുണ്ടാകും. അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. അതാണ് ഗനി ആ ആയത്തോതിയത്. അതെ, എല്ലാവർക്കും വേണ്ടി യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും, ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. ആ റബ്ബാരാണ്? അല്ലദീ ഖലഖക്കും, നിങ്ങൾക്ക് ജന്മം നൽകിയവനാണ്. ലോകരോട് പറയണം നമ്മൾ, അതെ, നിങ്ങൾക്ക് ജന്മം നൽകിയത് സൃഷ്ടാവായ പടച്ചവനാണ്. വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുൻഗാമികൾക്ക് ജന്മം നൽകിയവൻ. അതെ, ഇവിടെ മരിച്ചുപോയ ശ്രീകൃഷ്ണനും ശ്രീരാമനും യേശുവും മുഹമ്മദ് നബിയും മൊയ്തീശയ്ക്കും മറിയം ബീവിയും എന്ന് വേണ്ട ഏർവാടിയിലും അജ്മീറിലും നാഗൂറിലും വനമ്പത്തും മുത്തുപേട്ടയും കാഞ്ഞിരമുറ്റത്തും സിയമക്കാമിലും ഒക്കെ, അതെ, അവരൊക്കെയാണ് ഇപ്പോൾ സിയമൊക്കെയാണ് ലോക നിയമത്തിലൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ ഇവിടെ ജനിച്ച് ഉമ്മന്റെ പാല് കുടിച്ച് വളർന്നവരാണ്. അതുകൊണ്ട് നിങ്ങളെയും നിങ്ങളെ മുൻഗാമികൾക്കും ജന്മം നൽകിയ ജഗനിയന്താവിനോട് പ്രാർത്ഥിക്കുക. അതാണല്ലോ എല്ലാ മഹർഷിമാരും മുനിമാരും പ്രവാചകന്മാരും പുണ്യപുരുഷന്മാരും പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, യേശു പഠിപ്പിച്ചത് ഏലി ഏലി ലമ്മ ശബക്താനി, ദൈവമേ ദൈവമേ എന്നെ കൈവിട്ടതാണ്. മഹാനായ ശ്രീനാരായണൻ പഠിപ്പിച്ചത് ഒരു ജാതി, ഒരു മതം, ഒരൊറ്റ ദൈവം, ഒരൊറ്റ ദൈവം. അതെ, എന്നെ ദൈവം എന്നല്ല പറഞ്ഞത്, പക്ഷേ ആ ദൈവത്തോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ശ്രീനാരായണൻ പഠിപ്പിക്കുന്നു. ഋഗ്വേദം പഠിപ്പിക്കുന്നു, ആദിയിൽ ഹിരണ്യഗർഭൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവനാണ് വാനലോകങ്ങളെയും സ്വർഗനരങ്ങളെയും സൃഷ്ടിച്ചത്. ഈ വാനലോകങ്ങൾ സ്വർഗനരകം സൃഷ്ടിച്ച ഏകനായ സൃഷ്ടാവ് മാത്രമേ ആദിയിൽ ഉണ്ടായിരുന്നു എന്ന് ഋഗ്വേദം പഠിപ്പിക്കുമ്പോൾ, ഈ ബൈബിൾ എല്ലാത്തിലും മുഖ്യ കൽപ്പന ഏതാണെന്ന് ഈസാ നബിയോട് ചോദിക്കുമ്പം, ഇസ്രായേലിനെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ്. ആ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും കൂടി നീ സേവിക്കണം, ആ കർത്താവിനോട് പ്രാർത്ഥിക്കണം എന്ന സന്ദേശം പഠിപ്പിക്കുമ്പം ഖുർആൻ പഠിപ്പിക്കുന്നു. അതെ, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെയും നിങ്ങളെ മുൻഗാമികളെ സൃഷ്ടിച്ച ജഗനിയന്താവായ സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന വർഗീയതയില്ലാത്തൊരു വിശ്വാസം, വർഗീയതയില്ലാത്ത വിശ്വാസം. അതായത് ശ്രീകൃഷ്ണനോടും ശ്രീരാമനോടും ശ്രീനാരായണനോടും പ്രാർത്ഥിച്ചാൽ അതാർക്കും ഇഷ്ടാവില്ല, മുസ്ലിങ്ങൾക്കും ക്രിസ്തീയ സൗരങ്ങൾക്കും ഇഷ്ടാവില്ല. യേശുവിനോടും കന്യാമറിയത്തോടും മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയാൽ, യേശുവിനോടും കന്യാമറിയത്തോടും പ്രാർത്ഥിച്ചാൽ അതാർക്കും ഇഷ്ടാവില്ല, ഹൈന്ദവ സൗരങ്ങൾക്കും മുസ്ലിം സൗരങ്ങൾക്കും ഇഷ്ടാവില്ല. മുഹമ്മദ് നബിയോടും മൊയ്തീൻ ഷെയ്ഖിനോടും മമ്പർത്ത തങ്ങളോടും അങ്ങനത്തെ ഹക്ക് ജാവ് ബർക്കത്തോട് തേടിയാൽ അതാർക്കും ഇഷ്ടാവില്ല, ഹൈന്ദവർക്കും ക്രിസ്ത്യവർക്കും ഇഷ്ടാവില്ല. അതുകൊണ്ട് എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന വർഗീയതയില്ലാത്തൊരു വിശ്വാസം, ഏകനായ സൃഷ്ടാവ്. ആ സൃഷ്ടാവിന് അറബിയിൽ പറയുന്ന പേര് അള്ളാഹു, ദി ഗോഡ് എന്ന് ഇംഗ്ലീഷ്, ഭഗവാൻ എന്ന് ഹിന്ദി, ഉദാ എന്ന് ഉറുദു, കടവുൾ എന്ന് തമിഴ്, ദൈവം എന്ന് മലയാളം. ഇതൊക്കെ ഒരൊറ്റ ശക്തി. ആ ശക്തിയോട് പ്രാർത്ഥിക്കണം. അതാണ് മോക്ഷത്തിന്റെ വഴി. അതാണ് നാം ശ്വസിക്കുന്ന വായു ഒന്ന്, നാം കുടിക്കുന്ന വെള്ളം ഒന്ന്. ആരോട് നമുക്ക് പറയാം? നാം ശ്വസിക്കുന്ന വായു ഒന്ന്, നാം കുടിക്കുന്ന വെള്ളം ഒന്ന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒന്ന്, നമ്മുടെ ശരീരമൊഴുകുന്ന രക്തം ഒന്ന്, നമുക്ക് ലഭിക്കുന്ന സൂര്യന്റെ വെളിച്ചം ഒന്ന്, നമ്മളെ പടച്ചോനൊന്ന്. ആ പടച്ചോനോട് പ്രാർത്ഥിക്കണം, ആ പടച്ചോന്റെ അടുത്തേക്ക് പോകണം. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ആ ബോധം
യുവാക്കൾക്കുണ്ടായാൽ ലഹരി ഇന്ന് പോരും. രക്ഷിതാക്കൾ മാറി ചിന്തിക്കും. എന്താണ് ആ ബോധം? അയക്സബുൽ ഇൻസാൻ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അയ്യുത്തറക്കസുദ, അവനെ വെറുതെ ഉപേക്ഷിക്കപ്പെടുമെന്ന്. അലം യകുൻ നുത്ഫതൻ മിൻ മനിയുംന, അവൻ സ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയത്തിലുള്ള ഒരു കണമായിരുന്നില്ലേ? അതെ, ലക്ഷക്കണക്കിന് ബീജഗണത്തിലെ ഒരു കണമായിരുന്നു നമ്മളെല്ലാവരും. അതായത് 25 ലക്ഷത്തിലേറെ ബീജാണുക്കൾ, മനുഷ്യന്മാർ ജനിക്കാനുള്ള ബീജാണുക്കളിലെ ഒരു ബീജാണുവാണ് ഗർഭാശയത്തിലേക്ക് പോണത്. ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷം മനുഷ്യൻ ജനിക്കാനുള്ള ബീജഗണങ്ങൾ ഉണ്ടെങ്കിലേ ഒന്ന് ഗർഭാശയത്തിലേക്ക് പോകുമെന്നാണ് മൗലാനയിലെ IVF-ന്റെ ഡോക്ടർ, ടെസ്റ്റ് ട്യൂബ് ഉണ്ടാക്കുന്ന ഡോക്ടർ പറഞ്ഞു. 10 ലക്ഷം ഏറ്റവും ചുരുങ്ങിയ വേണം. അതെ, അതിൽ കുറഞ്ഞാലാണ് കൗണ്ട് കുറഞ്ഞെന്ന് പറയും. എണ്ണം കുറഞ്ഞാൽ ഗർഭം ഉണ്ടാവില്ല. നോക്കൂ നിങ്ങൾ, 10 ലക്ഷത്തിലേറെ ബീജാണുക്കൾ, അതിലൊന്നായിരുന്നു നമ്മളൊക്കെ. ആ ഒന്നിന്നാണ് നമ്മളൊക്കെ ഉണ്ടായത്. ഈ ബോധ്യതയാണ് ലഹരിന്ന് ആളുകൾ മോചിതമായത്. അതെ, റസൂലുള്ള കൃത്യമായി പരലോകം ബോധ്യപ്പെടുത്തി. നമുക്കൊന്നുകൂടി ബോധ്യപ്പെടാൻ ഇതാ ഈ ഖുർആനിൽ കൃത്യമായി പറയാണ്, അലം യകുൻ നുത്ഫതൻ മിൻ മനിയുംന, ശ്രവിക്കപ്പെടുന്ന ആ ഇന്ദ്രിയത്തിലുള്ള ഒരു കണമായിരുന്നു നീ. എന്നിട്ട് സുമ്മ കാന അലഖതൻ വഖലക ഫസവാ, നിന്നെ സൃഷ്ടിച്ച് ശരിപ്പെടുത്തി. അതെ, നിന്നെ സൃഷ്ടിച്ച് ശരിപ്പെടുത്തി. ആ ഗർഭാശയത്തിൽ നിന്ന് സൃഷ്ടിച്ചിട്ട് സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹിഹി, ആത്മാവ് നൂതി, വജഅലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫിദ, കേൾവിയും കാഴ്ചയും ഹൃദയവും ഒക്കെ നൽകി. നമ്മളാരും വിചാരിച്ചിട്ടല്ല. എന്നിട്ടോ ഫജഅല മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസ, ആണും പെണ്ണുമാകുന്ന ഇണകളാക്കി അവനെ നാം സൃഷ്ടിച്ചു. അതെ, നമ്മളാരും ആണാകണമെന്നും പുറത്തിരിക്കണുള്ളിൽ പെണ്ണാണെന്നും നമ്മളാരും വിചാരിച്ചിട്ടല്ല. നമ്മളെ മുഖം ഇന്ന രൂപത്തിലാണെന്ന് വിചാരിച്ചില്ല. ഇന്ന തറവാട്ടിലാകണം ഞാൻ ജനിക്കേണ്ടത് എന്ന് നമ്മളോ നമ്മളെ മാതാപിതാക്കളോ വിചാരിച്ചിട്ടല്ലല്ലോ നമ്മളിങ്ങനെ ആയത്. ആ ഒരു ചെറിയ ബീജഗണം. എന്നിട്ട് നമ്മൾ പറയാണ്, വെല്ലിപ്പാൻ്റെ ആ വളവുണ്ട്, ആ വർത്താനം കേട്ടില്ലേ, വെല്ലിമ്മൻ്റെ ആ ചെരിവ് കണ്ടില്ലേ എന്നൊക്കെ പറയും. എന്നിട്ട് ഡോക്ടർ ചോദിക്കാണ്, ഈ ഒരു ചെറിയ ബീജഗണത്തെ സൃഷ്ടിച്ച് നമ്മളോട് ചോദിക്കാണ് എന്തൊക്കെ ചോദിക്കണത്? വാപ്പക്ക് ഷുഗർ ഉണ്ടായിഞ്ഞോ? മുമ്പക്ക് കാർഡിയോളജി പ്രശ്നം ഉണ്ടായിഞ്ഞോ? BP ഉള്ള ആരെങ്കിലും ഉണ്ടോ? കുടുംബത്തില് മാനസിക രോഗമുള്ള ആരും ഉണ്ടായിഞ്ഞോ? അതിൻ്റെ ഒക്കെ ഒരു സിംറ്റം ഈ ചെറിയ ബീജഗണത്തിൽ ഉണ്ടാകുമെന്ന് പറയുമ്പം അല്ലാഹ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നതോ അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹിയൽ മൗതാ, അങ്ങനെയുള്ള പടച്ചോനും മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയില്ലേ? സൂറത്ത് ഖിയാമിലെ ലാ ഉഖ്സിം ബിയൗമിൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പ് നാളിനെ തൊട്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. വലാ ഉഖ്സിം ബിനഫ്സിൽ ലവ്വാമ, കുറ്റപ്പെടുത്തുന്ന മനസ്സിനെ തൊട്ടും ഞാൻ സത്യം ചെയ്തു പറയുന്നു. അയക്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇലാമ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവന്റെ എല്ലുകളെ നാം ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന്? മരിച്ച് മണ്ണിലേക്ക് ദ്രവിച്ച് തലയോട്ടി പോലും മണ്ണ് നിന്നിട്ട്, ഇപ്പൊ നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ പള്ളിപ്പറമ്പിലൊക്കെ അറിയാത്ത എന്തുകൊണ്ടാ? ഒരു 100 കൊല്ലം കഴിയുമ്പോൾ ആളെ പിന്നെയും അവിടെ വെക്കും. തലയോട്ടി പോലും മണ്ണ് നിന്ന് നമ്മൾ വെച്ച സ്ലാവും കല്ലും ഒക്കെ പോയി, ഒന്നുമില്ല. അങ്ങനെ മണ്ണോട് മണ്ണായിട്ട് ഇനി മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ല എന്ന് മനുഷ്യൻ ഗണിച്ചു പോയോ? നോക്കൂ മനുഷ്യ, ബല, അതെ, ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, അവന്റെ വിരൽ തുമ്പുകളെ പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവനായിരിക്കെ. അതെ, നമ്മുടെ ആരുടെയും വിരല് ഒരുപോലെ ആവില്ല എന്ന് കൃത്യമായി തെളിയിക്കപ്പെട്ടു 300 കൊല്ലം മുമ്പ്. ശാസ്ത്രം 300 കൊല്ലായിട്ടേ ഉള്ളൂ ആധാരത്തിൽ ഒപ്പിടാൻ തുടങ്ങിയിട്ട്. വിദഗ്ധ കള്ളൻ ചുമരുമേൽ കൈവച്ചാൽ അതുപോലത്തെ ഒരു കൈയില്ല എന്ന് പറയാൻ തുടങ്ങിയിട്ട്. അതെ, ഈ കൈവിരൽ ആധാറിൽ വെക്കാൻ തുടങ്ങിയ അടുത്താണ് ഇതേപോലത്തെ ഒരു കൈ ഉണ്ടാവില്ല. കൈ മാത്രല്ല, എയർപോർട്ട് പോകുമ്പോൾ നമ്മളെ കണ്ണ് വെക്കുന്നുണ്ട്, കണ്ണില്ല. ഇല്ല. എത്രത്തോളം നമ്മളൊക്കെ ഒരു മുടിയുടെ ഇഷ്യൂ വന്നല്ലോ. ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആൾക്കാരും മുടി ഒന്നായിട്ട് കളഞ്ഞ് കൂട്ടിക്കുഴച്ചാൽ ഓരോരുത്തരുടെ മുടി പോലും, തൊഴിഞ്ഞു പോകുന്ന മുടി പോലും തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ, നമ്മുടെയൊക്കെ മണം വ്യത്യാസമാണെങ്കിൽ, അതെ,
പോലീസ് നായ നമ്മളെന്നെ പിടിക്കണം, നമ്മളെ മണം വ്യത്യാസം ഉണ്ടായിട്ടാണല്ലോ, നമ്മളെ വിയർപ്പ് വ്യത്യാസമാണ്, ഓരോന്നും വ്യത്യാസം. ഇങ്ങനെ വ്യത്യസ്തമായി സൃഷ്ടിച്ച് എനിക്ക് നിങ്ങളെ നുരുമ്പിപ്പോയിട്ട് ഇനി ഉയർത്തെൽപ്പിക്കാൻ കഴിയില്ലേന്ന് എന്നാണ് അള്ളാൻ്റെ ചോദ്യം. അതുകൊണ്ട് ഈ ബോധം, ആ സാധ്യമാകുന്നുള്ള ബോധം മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുമ്പോഴാണ് ആളുകൾ മാറുക, ആളുകൾക്ക് ബോധ്യമാകുക അപ്പുറത്തൊരു ജീവിതമുണ്ട്. അതും എല്ലാ വേദങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ബൈബിൾ പറയുന്നുണ്ട്, തിന്മ ചെയ്യാൻ കണ്ണ് കാരണമായാൽ കണ്ണ് പിഴുതെറിയുക, ഇരു കണ്ണുകളുമായി കെടാത്ത നരകാഗ്നിയിലേക്ക് പോണ നല്ലത് ഒറ്റക്കണ്ണനായി സ്വർഗത്തിലേക്ക് പോകുന്നതാണ്. കൈ കാരണമായാൽ വെട്ടിമാറ്റുക, ഇരു കൈകളുമായി കെടാത്ത നരകത്തിലേക്ക് പോണത് നല്ലത് ഒറ്റക്കൈയിനായി സ്വർഗത്തിൽ പോണതാണ്. കാല് കാരണമായാൽ തിന്മ ചെയ്യാൻ ആ കാല് വെട്ടിമാറ്റുക, ഇരു കാലുകളുമായി ജ്വലിക്കുന്ന നരകാഗ്നിയിലേക്ക് പോണത് നല്ലത് ഒറ്റക്കാലിനായി സ്വർഗത്ത് പോണാണ്. അതെ, നേരത്തെ പറഞ്ഞല്ലോ, സ്വർഗവും നരകവും എല്ലാ വേദങ്ങളും. ഖുർആൻ പറയുന്നത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും. അതെ, ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, പുനർജന്മ നാളിൽ മനുഷ്യന്റെ കർമ്മത്തിന്റെ ഫലം പൂർണ്ണമായി ലഭിക്കും. അന്ന് ഫമൻ സുഖ്സി അനിന്നാർ വഉദ്ഖലൽ ജന്ന, ആര് നരകാഗ്നി രക്ഷപ്പെടുകയും സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചതോ വഖദ് ഫാസ്, അവർ വിജയിച്ചു. വമൽ ഹയാത്ത ദുനിയ ഇല്ലാ മത്താലൂർ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുന്ന ചരക്കാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഈ പരലോക ബോധവും പടച്ചവനെ പറ്റിയും പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തുമ്പോഴാണ് ആളുകൾ ലഹരിയിൽ നിന്ന് മോചിതമാകുക. അതെ, അതിനൊക്കെ ഒരു മരുന്നില്ല, ശരിക്ക് ലോകത്ത് ലഹരി മാറാനുള്ള ഒരു മെഡിസിൻ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ആസക്തി കുറക്കാനുള്ള മരുന്ന് മാത്രമേ ലോകത്ത് നിന്ന് കിട്ടുള്ളൂ. അങ്ങനെ എങ്ങാനും ഉണ്ടെങ്കിൽ ആദ്യം അമേരിക്കക്ക് അത് നടപ്പിലാക്കിക്കോളൂ. അമേരിക്ക ലഹരി നിർത്താൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് ആളുകൾ പ്രശ്നമുണ്ടാക്കാനും വയലന്റ് ആകാനും തുടങ്ങിയപ്പം കൊടുത്തോളൂ എന്ന് പറയുകയാണുണ്ടായത്. നമ്മളെ ഗവൺമെന്റ് കൊറോണ വന്നപ്പോ ലഹരി നിർത്താൻ നോക്കി. അങ്ങനെ എന്ത് ചെയ്തു? ലഹരി നിർത്താൻ നോക്കിയപ്പം ആൾക്കാർ പ്രശ്നങ്ങളായി വിറക്കൽ തുടങ്ങി. ചില ആളുകൾ ഫിക്സ് ഇളകി, അപസ്മാരം ഇളകി വീഴാൻ തുടങ്ങി. ലഹരി കിട്ടാതാകുമ്പോൾ അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് DH സെൻ്ററിലൊക്കെ അതിനുള്ള മെഡിസിൻ കൊടുക്കും. ഇങ്ങനെ ഫിക്സൊക്കെ പിന്നെ ഇളകാൻ, കൈയൊക്കെ വിറച്ച് പ്രശ്നമാകാതിരിക്കാനൊക്കെ ഉള്ള മെഡിസിൻ കൊടുക്കും. ഇവർക്ക് ലഹരി നിർത്തിയാൽ ഒരു ഗ്ലാസ്സൊക്കെ പിടിച്ച് അങ്ങനെ വിറക്കും. ഇങ്ങനെ വിറച്ചിട്ട് ആ ഗ്ലാസ് കൊണ്ട് ചായ കുടിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അതിനൊക്കെയുള്ള മെഡിസിൻ ഉണ്ട്, അതിൻ്റെ ആസക്തി കുറക്കാനുള്ള. പക്ഷേ ലഹരി നിർത്താനുള്ള മരുന്നില്ല. ഇതിൻ്റെ ആസക്തി കുറക്കാനുള്ള മെഡിസിൻ ഉണ്ട്, ഇങ്ങനത്തെ ഫിക്സൊക്കെ മാറാനുള്ള മെഡിസിൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും വരുതിലേക്ക് തിരിച്ചു പോകാതിരിക്കാനുള്ള മെഡിസിൻ ഇല്ല, ലോകത്ത് കണ്ടെത്തിയിട്ടില്ല. എന്നാൽ അതിൻ്റെ മെഡിസിൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തൊരു മെഡിസിൻ ഉണ്ട്. ആ മെഡിസിനാണ് ലോകർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ ഐന്തൂരിലെ യുവാക്കൾ ഇത് കേൾക്കണം, നമ്മളിതിനെ പണിയെടുക്കണം, ലോകർക്ക് പറഞ്ഞു കൊടുക്കണം. വിസ്ഡം യൂത്ത് 10-11 തീയതികളിൽ നടത്തുന്ന പ്രോഗ്രാം യുവാക്കൾക്കാണ്. അവരറിയണം ഇത്തരം കാര്യങ്ങൾ. അതേ, ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുത്തണം. നമ്മുടെ നാട്ടിൽ ഈ ലഹരിയുടെ ഒരു വസ്തു വിൽക്കുന്ന ഒരു കട ഉണ്ടാകരുത്. അതെ, ഞങ്ങൾ ഇങ്ങനൊരു പ്രോഗ്രാം വെച്ചപ്പോൾ, അവിടെ ഒരു ടോക്ക് ഷോ വെച്ചപ്പോൾ ആ പ്രദേശത്തുകാർ തീരുമാനിച്ചു, യുവാക്കൾ തീരുമാനിച്ചു, എല്ലാ കടകളിലും ചെന്ന് പറയാൻ. അവിടെ സിഗരറ്റ്, ആൻസ്, പാസ് ഇങ്ങനെ തുടങ്ങി ഓരൊറ്റ ലഹരിയും അവിടെ അങ്ങനത്തെ ഒരു കടയിലും കിട്ടൂല. എഴുതി വെച്ചവർ ഇവിടെ ഈ ഗ്രാമത്തിൽ നിരോധിച്ചിരിക്കുന്നു. അങ്ങനെ ഓരോ കടക്കാരും തീരുമാനിച്ചാൽ, ഈ ഐന്തൂർ പ്രദേശത്തുള്ളവർ തീരുമാനിച്ചാൽ, യൂത്ത് വിങ് അതിനാണ് പണിയെടുക്കുന്നത്. വിസ്ഡം യൂത്ത് ലഹരിയിൽ നിന്ന് മോചിതമാക്കാൻ സാധ്യമാകും എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ജനങ്ങളെ. അതിനാണ് സമ്മേളനത്തിന് പ്രധാനമായ ഒരു പാർട്ട്. അതേ, യുവാക്കളെത്തണം, ഇവിടുത്തെ യുവാക്കളെത്തണം. ഓരോ വീട്ടിലും കയറിയിറങ്ങി അവരെയൊക്കെ ചെന്നെത്തിക്കണം. അതെ, അവർക്ക് ഇത് കേൾക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. അപ്പോ നമുക്ക് ലോകത്തുനിന്ന് ഇത് നിർത്താൻ കഴിയും. അത് നിർത്തിയിട്ടുണ്ട് റസൂലുള്ളാഹ്. അതെ, റസൂലുള്ളാഹ് ഫലൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കുന്നില്ലേ എന്നുള്ള ആയത്തിറങ്ങിയപ്പോഴേക്ക് അബ്കാരി കോൺട്രാക്ടറായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരുപാട് കാശ് മേശയിൽ, വലിയ ഡാമുകൾ, മദ്യത്തിന് ഡാമുകൾ, അതാ കോടാലിയെടുത്ത്
അങ്ങോട്ട് തകർക്കുകയാണ്. അങ്ങനെ തകർത്ത് പുഴ ഒഴുകിയ ചരിത്രം, മദീനയിൽ മണലിലൂടെ പുഴ ഒഴുകിയ ചരിത്രം നമ്മൾ കേട്ട അത്ര തിമർത്തവർ. അവര് കുടിച്ച കള്ള് ഈ പറഞ്ഞ പടച്ചോനും പരലോകവും ബോധ്യപ്പെട്ടപ്പം പേടിച്ച് വിറച്ച്, അതേ അവരതാ കുടിച്ച കള്ള് വായിലേക്ക് കൈയിട്ട് ഛർദിച്ചു. ജീവിതത്തിൽ ഒരൊറ്റ സഹാബിയും പിന്നെ മദ്യം തൊട്ടതായി ചരിത്രത്തിലില്ല. അങ്ങനെ മാറി. ആ മാറ്റം ഈ ഖുർആൻ കൊണ്ടുണ്ടായ മാറ്റമാണ്. ആ മാറ്റം ഇന്നുമുണ്ടാകും, എന്നുമുണ്ടാകും. അതെ, അതിലേക്ക് ജനശ്രദ്ധ, യുവാക്കളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതിനാണ് സമ്മേളനം. ആ സമ്മേളനത്തിലേക്ക് എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണം. അതെ, യുവാക്കളായ ഓരോ വീട്ടിലുമുള്ളവർ അതിലേക്ക് എത്തിപ്പെടണം. അവരിത് കേൾക്കണം, അവരറിയണം, അവർക്കിത് ബോധ്യപ്പെടണം, പരിവർത്തനമുണ്ടാകണം. ഒരുപാട് ആളുകളെ ഇന്ന് ഈ ലഹരിയുടെ കരാള ഹസ്തങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് യുവാക്കളും വിദ്യാർത്ഥികളും, ഏറ്റവും ചെറുപ്രായത്തിലുള്ള 6ലും 7ലും പഠിക്കുന്ന മക്കൾ വരെ ഇത് ഉപയോഗിച്ചുകൊണ്ട് രക്ഷിതാക്കൾ കരഞ്ഞു കൊണ്ടുവരുന്ന കാഴ്ച കാണുന്ന ഒരു വ്യക്തി എന്ന നിലക്ക്, ഇതിന്റെ വ്യാപനത്തിന്റെ ആഴം ബോധ്യപ്പെട്ട ഒരാൾ നിലക്ക് പ്രത്യേകമായി പറയാണ്, നമ്മളെ മക്കൾ ഇതിൽ നിന്ന് മോചിതമാകണം. നമ്മളറിയാതെ ഇതിലേക്ക് ഈ കെണിയിൽ പെട്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. ഒരു 13 വയസ്സായ കുട്ടിയുടെ സംഭവം കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കാം. ഒരു 13 വയസ്സായ ആലുവയിലുള്ളൊരു കുട്ടി, ആ കുട്ടി വരികയാണ്. ആ കുട്ടിനെ ഉപ്പ കൊണ്ടുവരുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു കോലുള്ള ചെറിയൊരു ഓട്ടീസൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്കാണ് ഒരു വിബില്ലാൽ എന്ന് പറഞ്ഞ ഒരുത്തൻ ലഹരി കൊടുത്തത്. അവൻ കഞ്ചാവ് കൊടുത്തു. കഞ്ചാവ് വലിച്ചവൻ പിന്നീട് അവന് ഈ കഞ്ചാവിന് കാശ് വാങ്ങി, കാശ് കട്ടെടുത്ത് കൊണ്ടുകൊടുക്കൽ തുടങ്ങി കുട്ടി. അവസാനം ഈ കുട്ടി സ്കൂളിലെ പല കുട്ടികൾക്കും കൊടുത്തു. അങ്ങനെ കൊടുത്തു എന്ന് മാത്രമല്ല, ഇവൻ ഒരുപാട് കുട്ടികളെ, അതായത് ഈ മാഫിയ സംഘം ശ്രമിക്കുന്നത് മക്കൾക്ക് ലഹരി കൊടുക്കാനാണ്. മക്കൾക്ക് ലഹരി കൊടുത്ത് അവർ പഠിച്ചു കഴിഞ്ഞാൽ ഒരായുസ് കിട്ടും, വലിയൊരു ബിസിനസ് ഇറക്കും. ഒരു വയസ്സായ ആൾക്കാരെ ഇത് ഒഴിപ്പിക്കാനല്ല മാഫിയ നോക്കുന്നത്, യുവാക്കളെയും വിദ്യാർത്ഥികളിലേക്കും ഇതെത്തിക്കാനാണ്. അവിടെയാണ് ബിസിനസ് വർദ്ധിക്കുള്ളൂ. അതെ, ഒരു നാടിന്റെ കരുത്ത് യുവാക്കളാണല്ലോ. ആ യുവതയെ നശിപ്പിക്കുക, യുവതയെ ഇതിലൊക്കെ ഈ പറഞ്ഞ ഈ ഓവാലത്തിലും വെയിറ്റ് ഷെഡിലും വേറെ എവിടെയൊക്കെ പോയിരിക്കുക, മൊബൈലിൽ തോണ്ടിയിരിക്കുക, മറ്റത് കളിക്കുക, ഇതൊക്കെ പഠിക്കുക, എന്നിട്ട് ഇത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഉറക്കൊഴിയുക, നേരം വെളുക്കുമ്പം ഒരു ഉപ്പ പറഞ്ഞത് എൻ്റെ മോൻ പട്ടിയെ പോലെയാണെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. സ്വന്തം മകനെ ഇരുത്തിട്ടാ പറയണത് വാപ്പ. യൂപ്പിലേക്ക് വന്ന് വാപ്പ പറയാ എൻ്റെ മോൻ പട്ടിയെ പോലെ. എന്ത് ചോദിച്ചു? ഒന്നുമില്ല, അവനിങ്ങനെ കുരച്ച് നടക്കന്നെയാണ്. രാത്രി ഒച്ചയും പടിയും കച്ചറയും, ഒരു നായ കുരക്കും പോലെ കുരക്കാണ് അവൻ. വീട്ടിലും അയൽപക്കത്തൊക്കെ കച്ചറ. എന്നിട്ടോ കുരച്ച് നടന്നിട്ട് നേരം വെളുക്കാനാകുമ്പോൾ വന്നൊരു ഒറ്റ ഉറക്ക പട്ടിന്റെ മാതിരി. എന്നിട്ട് 8, 10, 12 മണിയാകുമ്പോൾ പിന്നെ നീറ്റ് പോവാൻ. എൻ്റെ മകൻ പട്ടിനെ പോലെയാണ്. സ്വന്തം വാപ്പ പറയാ. എത്ര കുട്ടികൾക്കാണ് ഈ മാഫിയ കൊടുക്കുന്നത്? അതുകൊണ്ട് സ്കൂളിലൊക്കെ വ്യാപകമായി കൊണ്ടിരിക്കണം. നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. ഓരോരുത്തരും എവിടെയാണ് കൂട്ടുക എന്താണെന്നൊക്കെ അറിയണം. പോരാ, ഇന്നത്തെ മക്കളൊക്കെ, പ്രത്യേകിച്ച് നമ്മളെ മക്കളൊക്കെ പോകുമ്പം നല്ലോണം കരുതണം. അതായത് ഇവരുടെ ഇന്നിപ്പോൾ പെൺകുട്ടികളുടെ ഡ്രസ്സ് പോലും നിങ്ങൾ നോക്കി, അവര് ആണിൻ്റെ വേഷം ധരിക്കുന്ന പെണ്ണിനെയും പെണ്ണിൻ്റെ വേഷം ധരിക്കുന്ന ആണിനെയും ശപിച്ചിട്ട് അവര് പാൻറ്റൊക്കെ കയറ്റിയിട്ടിട്ട് അവരെന്ത് ചെയ്യാണ്, ഞെരിയാണിക്ക് മുകളിലൊക്കെ കൊടുക്കുന്നത് പെണ്ണുങ്ങളാണ്. എന്നിട്ട് അവരൊരു പാദസാരോ എന്തോന്നാടെ കെട്ടും, ഒരു ഷൂസ് ഇട്ടിട്ട് എന്നിട്ട് എന്ത് ചെയ്യും, ഷോക്സ് ഒന്നും ഇടൂല. എന്നിട്ട് ഈ ഭാഗമൊക്കെ കാലിൻ്റെ ഭാഗമൊക്കെ കാണിച്ചുകൊണ്ട് തട്ടം മഫ്ത എന്ത് ചെയ്യും, ഇവിടെ മുടി എന്ത് ചെയ്യും, മുടി പിന്നെ മഫ്തയാക്കിയിട്ട് ഇവിടെയാണ് മഫ്ത ഇടുക. ഇതൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് പോണ കുട്ടിയാണ്. അതുകൊണ്ട് പഠിച്ചോളി, ഓർത്തോളി. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് പോണ കുട്ടി അങ്ങനെ ആകരുത്. അവർക്ക് ഒരു ബോധം ഉണ്ടാവണം. അതിനു കൂടിയാണ് ഈ തസ്ഫിയ സമ്മേളനം ഓരോ ഗ്രാമത്തിലും നടത്തുന്നത്. എന്നിട്ട് ആ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കണം. അതെ, കൂടുതൽ അറിയാൻ. അതുകൊണ്ട് ഇതൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മൾ അങ്ങനെ ആവണം. ഖുർആൻ തൊടാഞ്ഞാലാണ് കണ്ണ് പൊട്ടുക എന്നുള്ളത് നമ്മൾ അറിയണം.
സൂറത്ത് താഹയിലെ 124 ആയത്ത് പഠിപ്പിക്കണ. ഇവിടെ ഇടുക്കമുണ്ടാകുകയും വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മ, പരലോകത്ത് അന്ധനായി ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമ്പോൾ കാല റബ്ബി ലിമ ഹശർതനി അഅ്മ വഖദ് കുൻതു ബസീറ, ദുനിയാവിൽ നല്ല കാഴ്ച ഉണ്ടായിരുന്നില്ല അല്ലാ, എനിക്ക് എങ്ങനെയാണ് ഈ ഗതികേട് വന്നതെന്ന് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ദുനിയാവിൽ കാഴ്ച നല്ല എങ്ങനെയാണ് ഈ അന്ധനായെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹ് പറയും, എൻ്റെ ആയത്ത് അവിടെ ഉണ്ടായിരുന്നു, അത് നീ മറന്നു, നീ അതിനെ പരിഗണിച്ചില്ല, അതുകൊണ്ട് വകദാലിക യൗമ തുൻസാ, ഞാൻ ഇന്ന് നിന്നെയും അവഗണിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഗതികേട് വരാതിരിക്കണമെങ്കിൽ ലോക ജനത മൊത്തം ഈ ഖുർആൻ പഠിക്കണം. അത് പഠിച്ചാൽ തന്നെ ഈ ബോധ്യതയുണ്ടാകുള്ളൂ. അതുകൊണ്ട് യുവാക്കൾ ലഹരിയിലേക്ക് പോകുന്ന, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിന്മയിലേക്ക് പോകുന്നവരെ മോചിതമാക്കുന്നതിൽ ഏറെ ശ്രദ്ധാലുക്കളാകുവാൻ സാധ്യമാകണം എന്ന് ഉണർത്തിക്കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് ഏറെ പഠിക്കുവാനും, നമ്മുടെ ഇന്നിൻ്റെ അവസ്ഥയിൽ മക്കൾ ഈ ഒരു ദുരന്തത്തിലേക്ക് പോകുന്ന ആ ഒരു നേർക്കാഴ്ച, വീട്ടിൽ ഒരൊറ്റ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതാരാണെങ്കിലും ആ വീട് ഒരു മാനസിക രോഗി ഉണ്ടായാൽ അനുഭവിക്കുന്നേക്കാൾ പ്രയാസമായി ദുഃഖിച്ച് കരയുന്ന ഒരുപാട് വീടുകൾ. ഒരു ഉമ്മ, അവിടെ വന്ന ന്യൂയോർക്കിൽ വന്ന ഒരാൾ പറഞ്ഞൊരു വാക്കുകൂടി പറയട്ടെ. ഒരു ഉമ്മ, ആ ഉമ്മ സുജൂദിൽ കടന്നിങ്ങനെ കരയാണ്. അവിടെ വന്ന ആൾ പറഞ്ഞു, എൻ്റെ ഉമ്മാന്റെ കരച്ചിലായിരിക്കും ഞാനിവിടെ എത്തിയത്. കാരണം 3 മണിക്ക് പാതിരക്ക് എഴുന്നേറ്റ് ഉമ്മ പൊട്ടി കരയുമ്പം ഇവൻ ലഹരി ഉപയോഗിച്ച് മൂത്രയിക്കാൻ വേണ്ടി രാത്രി നീറ്റപ്പോഴാണ് ഉമ്മന്റെ കരച്ചിൽ കേൾക്കുന്നത്. ഉമ്മ, എൻ്റെ കുട്ടിയെ നന്നാക്ക് റബ്ബേ, എൻ്റെ കുട്ടിയെ രക്ഷപ്പെടുത്തിക്കൊണ്ടല്ല, എനിക്ക് അപമാനിതനാകുന്നു, എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തിൽ ഒരാൾ വരാതെയാകുന്നു എന്നൊക്കെ പറഞ്ഞ് പൊട്ടി പാതിരക്ക് ഉമ്മ കരയുന്ന രംഗം ആ വന്ന മോൻ പറയാണ്. അതെ, അങ്ങനെ കരച്ചിലാണ്, പ്രാർത്ഥനയാണ് മിക്ക വീട്ടിലും. കണ്ണീര് വറ്റാതെയാകുകയാണ്, ഭയത്തോടുകൂടി നിലകൊള്ളുകയാണ്. അതുകൊണ്ട് ഈ ലഹരിക്കെതിരെ ശക്തമായി നിലകൊള്ളാൻ നമുക്ക് സാധ്യമാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്. അള്ളാഹു നമുക്ക് ഏറെ പഠിക്കുവാനും ഇന്നിൻ്റെ ഈ ദുരന്തത്തിൽ നിന്ന് ആളുകളെ മോചിതമാക്കുവാനും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ലഹരിയിൽ നിന്ന് മുക്തമാക്കുവാനും നമ്മളെ ഈ ഐന്തൂർ പ്രദേശത്ത് അത്തരം ഒരു വസ്തുവും, ഒരു സിഗരറ്റ് പോലും, ഒരു ആൻസ് പോലും ഈ പരിസരത്തുള്ള ഒരു കടയിലും ലഭിക്കാതിരിക്കുവാനുമുള്ള പണിയെടുക്കുവാനും, അങ്ങനെ ഇവിടുത്തെ കച്ചവടക്കാർക്കൊക്കെ അതിനുള്ള ഒരു തൗഫീഖ് ഉണ്ടാകാനും എല്ലാ നിലക്ക് ബർക്കത്തുണ്ടാകാനും നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. നാഥൻ തുണക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ സത്യവിശ്വാസികളായ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരീ സഹോദരങ്ങൾ, ഇവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗമായി ആശുപത്രിയിലും വീട്ടിലും കഴിയുന്നവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മാരകമായ രോഗത്തു നിന്നും പ്രയാസങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉരുവിട്ട് മരണപ്പെടാനുള്ള മഹാസൗഭാഗ്യം നമുക്കും കുടുംബത്തിനും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിലും സന്താനങ്ങളിലും അല്ലാഹു കൺകുളിർമ ധാരാളമായി വർദ്ധിപ്പിച്ചിരുമാറാകട്ടെ. പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്ന്, നരകശിക്ഷയെന്ന്, ഖബറിൽ അദാബെന്ന് അല്ലാഹു നമ്മളെല്ലാവരെയും കാക്കുമാറാകട്ടെ. പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്ന്, നരകശിക്ഷയെന്ന് റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എളിമയും താഴ്മയും വിനയവും ഭക്തിയും പടച്ചോൻ നമുക്കെല്ലാവർക്കും ധാരാളമായി വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സിലുള്ള എല്ലാ കുടുസായ ചിന്തകളും, പോരും കേടും കിബറും അഹങ്കാരവും കാപട്യവും എല്ലാ ദുർഗുണങ്ങളും വെള്ളവസ്ത്രം അഴുക്കിൽ ശുദ്ധീകരിക്കും പ്രകാരം പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും കഴുകി ശുദ്ധമാക്കി തരുമാറാകട്ടെ. അല്ലാഹു മുഫ്ലിൽ മുഅ്മിന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യായി മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത് اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്.